ത്രിയേക ദൈവത്തിന് സ്തുതി. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും വന്ദനം. വീണ്ടും ഈ വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ 2-3 വർഷമായി നമ്മൾ ഇതേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സമാഗമന കൂടാരം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സമാഗമന കൂടാരം മാത്രമല്ല, ദൈവത്തിൻ്റെ നിവാസങ്ങൾ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചു പോയപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം എന്നുള്ളത് സമാഗമന കൂടാരമാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. തോട്ടത്തിൻ്റെ കിഴക്ക് വശത്തൂടെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ തോട്ടത്തിൻ്റെ കിഴക്ക് വശത്തൂടെ പുറത്തേക്ക് ഇറങ്ങി വന്ന മനുഷ്യൻ കാലങ്ങൾക്ക് ശേഷം ദൈവമായിട്ട് വീണ്ടും സമാഗമിക്കുന്നത് സമാഗമന കൂടാരം വഴിയാണ്. എന്നാൽ ആ കാലത്തിന് മുൻപ് അത് ന്യായപ്രമാണ കാലം ആരംഭിക്കുന്ന ഒരു കാലമാണല്ലോ. അതിന് മുൻപുള്ള മനസാക്ഷി യുഗത്തിൽ ഹാനോക്ക് മുതലായ ഭക്തന്മാരെ നമുക്കറിയാം. നോഹ, പിന്നീട് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് മുതലായ ഭക്തന്മാരൊക്കെ ദൈവത്തോട് കൂടെ നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവം അവരോട് ഇടപെട്ടതും സംസാരിച്ചതുമായ കാര്യങ്ങളൊക്കെ നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവം സ്ഥിരമായി ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ വസിക്കാനായിട്ട് ആഗ്രഹിച്ച കാലം, അവിടെയാണ് പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം സമാഗമന കൂടാരം നിർമ്മിക്കുന്നത്. അതിൻ്റെ കാര്യപരിപാടികൾ അവിടെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നിർമ്മിതി എന്ന് പറയുന്നത് സമാഗമന കൂടാരമാണ്. പിന്നത്തേതിൽ നാം കാണുന്നത് യെരൂശലേം ദൈവാലയമാണ്. അപ്പോൾ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിലെ പഠനം, കൂടാരം മാറ്റി മാറ്റി അടിക്കുന്നതും, അവർ വാഗ്ദത്ത ഭൂമിയിൽ എത്തിയതിന് ശേഷം കൂടാരം ഗിൽഗാലിൽ അടിക്കുന്നതും, അവിടെ നിന്ന് ഷീലോവിൽ വരുന്നതും, നോബിൽ വരുന്നതും, ഗിബയിൽ വരുന്നതും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ കൂടാരം ഓരോരോ സ്ഥലങ്ങളിലായിരുന്നതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ അല്പമായിട്ട് കടന്നു പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ശലോമോൻ്റെ നേതൃത്വത്തിൽ യെരൂശലേമിലെ ദൈവാലയം പണിയുന്നത്. യെരൂശലേം ദൈവാലയത്തോടുള്ള ബന്ധത്തിലും സാധാരണ പഠനങ്ങൾ വരുമ്പോൾ ശലോമോൻ്റെ ആലയം എന്നുള്ളൊരു വിഷയം, പിന്നീട് സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ തകർക്കപ്പെട്ട ആലയം വീണ്ടും പുനഃസ്ഥാപിക്കുന്ന കാര്യം ഒരു ചിന്തയായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ആ ആലയം തന്നെ അതിൻ്റെ നിർമ്മിതി, അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട ആലയം അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് ഹെരോദാവിൻ്റെ നേതൃത്വത്തിൽ ടെമ്പിൾ സിറ്റിയെ മോഡിഫൈ ചെയ്യുന്നതാണ്. അവിടെ ഒത്തിരി മോഡിഫിക്കേഷനൊക്കെ കൊണ്ടുവന്ന് ടെമ്പിൾ സിറ്റി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നിർമ്മിതിയായിട്ട് ഹെരോദാവിൻ്റെ കാലത്ത് മാറുകയാണ്, മഹാനായ ഹെരോദാവിൻ്റെ കാലത്ത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പഠനം നിൽക്കുന്നത്. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നേരെ ജമ്പ് ചെയ്ത് വരുന്നത് പുതിയ നിയമത്തിലേക്കാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭയാമാലയത്തെ നമ്മൾ കാണുകയാണ്. അപ്പോൾ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സഭയെ 2 രീതിയിൽ നമ്മൾ കാണുകയാണ്. ഒന്ന്, ആ മഹത്തരമായ നിർമ്മിതി എന്നുള്ള നിലയിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ ആ കാഴ്ച. പക്ഷേ ആ കാഴ്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. ഈ കാലത്ത് സമാഗമന കൂടാരത്തിനാണ് പ്രസക്തി. സഞ്ചരിക്കുന്ന ആലയം എന്ന നിലയിൽ തങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്നവരുടെ കൂട്ടം. അപ്പോൾ യെരൂശലേം ദേവാലയത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ കാണുന്ന ദൈവത്തിൻ്റെ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ചേർത്ത് വെച്ച് പഠിക്കും. ഇപ്പോൾ സമാഗമന കൂടാരമാണ് ദൈവസഭയ്ക്ക് അസൽ നിഴലായിട്ട് ഈ ഭൂമിയിൽ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ ആ സ്ട്രക്ചറുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് ആത്മീയമായി പഠിക്കാനായിട്ട് കഴിയും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു പോയത്. അത് കഴിഞ്ഞ് യെരൂശലേം ദേവാലയത്തിൻ്റെ ചുറ്റുമതിലിനെക്കുറിച്ച് പിന്നീട് നമ്മൾ ധ്യാനിക്കാനിടയായി. ചുറ്റുമതിലിനെക്കുറിച്ച്, അതുപോലെ ആ മതിലിൽ 12 വാതിലുകളുണ്ട്, അഥവാ ഗേറ്റ്, 12 വാതിലുകൾ. ആ വാതിലുകളിൽ ഓരോന്നിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്ന് ഏതാണ്ട് ഒരു 6-7 വാതിലുകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം സംഭവിച്ചത്. അതായത് ഈ നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ബൃഹത്തായ കാര്യങ്ങൾ നമ്മളിങ്ങനെ ധ്യാനിച്ചിരുന്നു. അന്ന് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് ഈ ആലയത്തിന് ചുറ്റുമുള്ള ഈ ഒരു ഫെൻസ് എന്നുള്ള നിലയിൽ, ഒരു മതിലെന്നുള്ള നിലയിൽ ഈ ചുറ്റുമതിൽ, അത് വിശുദ്ധിയെയും വേർപാടിനെയും ഒക്കെ കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള ഇന്നർ ചേംബറിൽ
തോബിയാവ് എന്ന് പറയുന്ന ഒരു ഔട്ട്സൈഡർ വന്ന് പാർക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ആ കാലത്തെ മഹാപുരോഹിതനായിരുന്ന എലിയാശീബാണെന്നും കണ്ടു. അപ്പോൾ അതൊരു തെറ്റായ കൂട്ടുകെട്ടാണ്, അത് ദൈവഹിതത്തിലല്ല, അത് ദൈവത്തെ കോപിപ്പിക്കുന്ന പരിപാടിയാണെന്നൊക്കെ ഉള്ളതാണ് അതിലൂടെ നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വാതിലിലേക്ക് പോകാൻ നമുക്ക് അവസരം കിട്ടുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ ഒരു എലിയാശീബ്, റാന്നിയിലുള്ളൊരു എലിയാശീബ് പിന്നെ ഇതുപോലെ ഒരു തോബിയാവിനെ വിളിച്ച് വേർപെട്ട ദൈവജനത്തിൻ്റെ നടുവിൽ നിർത്തിക്കൊണ്ട് ഘോരഘോരം ചില കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചു. അതായത് ഈ എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള ഒരു ബിഷപ്പ് കടന്നു വന്ന് വ്യർത്ഥമായ കാര്യങ്ങൾ പറയുകയും രക്ഷാശാസ്ത്രത്തെയൊക്കെ പുള്ളി തകിടം മറിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് പറയാനിടയായി. അങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ വിശദീകരണം കൂടിക്കൂടി ആഴ്ചകൾ അതിലേക്ക് പോയി. അതിനിടയിൽ നമ്മുടെ ബഹുമാന്യനായ പാത്രിയാർക്കീസൊക്കെ മലങ്കരയുടെ മണ്ണിൽ വന്ന് നമ്മുടെ അലിയാർ ഖാസിമിയെ ഇടത് സൈഡിലും പിന്നെ സാമി, ഒരു മഞ്ഞ ഉടുപ്പിട്ട സാമി, പേര് മറന്നുപോയി, അതുകൊണ്ട് മഞ്ഞ ഉടുപ്പെന്ന് പറയാം, മഞ്ഞ ഉടുപ്പിട്ട സാമിയെ വലത്തും, അപ്പോൾ ഇടത്തും വലത്തും രണ്ടുപേരെ നിർത്തിക്കൊണ്ട് പിന്നെ അത്യാവശ്യം ബാങ്കൊക്കെ വിളിച്ചുകൊണ്ട് പുള്ളി കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമുക്കും ഒരാവേശം, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞേക്കാം എന്ന നിലയിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ തുറന്ന് അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു വന്നു. ധാരാളം പേര് കേട്ടു കേട്ടോ, ധാരാളം പേര് കേട്ടു. അങ്ങനെ ധാരാളം പേര് കേട്ടെങ്കിലും ഒത്തിരി പേര് ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയൊക്കെ വന്നു. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല, അങ്ങനെയാണ്, സാഹോദര്യം വേണ്ട, എല്ലാവരെയും കെട്ടിപ്പിടിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചൊക്കെ വന്നു. കുഴപ്പമില്ല, കെട്ടിപ്പിടിച്ചോ, വിരോധമില്ല. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഒരു മതത്തിനും അനുകൂലമല്ല കേട്ടോ. ഒരു മതത്തോടും നമുക്ക് സ്നേഹാദരവുകളൊന്നുമില്ല. പക്ഷേ അതിലുള്ള സകല മനുഷ്യരോടും നമുക്ക് സ്നേഹ ബഹുമാനങ്ങളുണ്ട്. നമുക്ക് മനുഷ്യത്വമാണുള്ളത്. അല്ലാതെ ഈ എല്ലാ മതങ്ങളും പറയുന്ന അതുപോലെ എല്ലാം, ഒരു മതം പറയാണ് കുമ്പിടണമെന്ന് പറയുമ്പോൾ ഉടനെ ചാടി കുമ്പിടുക, വേറൊരു മതം പറയുന്നു ഉടുപ്പൊക്കെ ഊരിക്കോ, വെള്ളത്തിലേക്ക് ചാടിക്കോ, ചാടിയിട്ട് കയറി വരാൻ പറഞ്ഞാൽ അങ്ങനെ ചാടാനും ഉടുപ്പ് ഊരാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളൊരു വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുന്നവരാ, ചട്ടങ്ങളും പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവരാ. വിശുദ്ധ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിങ്ങൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണമെന്നാണ്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവായ വലിയവനും ഭയങ്കരനുമായ ദൈവം തൻ്റെ തിരുവായ്മൊഴികളിലൂടെ നമ്മളോട് അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെ മുറുകെ പിടിച്ചു പോകുന്ന നമ്മൾ മറ്റ് മതങ്ങളിലെ ആചാര മര്യാദകൾ എങ്ങനെ പാലിക്കും? സാധ്യമാണോ? സാധ്യമല്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിരിക്കുന്നത് എന്താ? 2 തോണി കാല് വെച്ചാൽ ഡെഫിനിറ്റ് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്ന. അപ്പോൾ 2 തോണിയിൽ നമുക്ക് കാല് വെക്കാൻ കഴിയില്ല. വെക്കുന്ന ആളുകൾ വെച്ചോട്ടെ, പാത്രിയാർക്കീസ് വെച്ചാലും കുഴപ്പമില്ല, കാതോലിക്ക് വെച്ചാലും കുഴപ്പമില്ല, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ കർത്താവ് പറഞ്ഞ പോലെ ഫൈനലി ഇങ്ങനെ അങ്ങ് ഛേദിക്കപ്പെടും, അത്ര തന്നെ. പിന്നെ പോകുന്ന ഇടമൊക്കെ വേറെ ആയിരിക്കും. അതിന് ഇട വരാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം മതങ്ങളോടൊക്കെ നമുക്ക് വിരോധമൊന്നുമില്ല, മതത്തിൻ്റെ സംവിധാനങ്ങളോട് നമുക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അത് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ നിത്യതയ്ക്കോ നിത്യജീവനോ ഉതകുന്ന കാര്യങ്ങളല്ല. ഇവിടെ പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി പോകാമെന്നുള്ളതാണ് അതെല്ലാം പറയുന്നത്. എന്നാൽ നമ്മുടെ നിത്യതയെ കുറിക്കുന്ന, നിത്യജീവനെ കുറിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ തിരുവഴുത്തിലുണ്ട്, വിശുദ്ധ ബൈബിളിലുണ്ട്. ആ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കുറച്ച് സൂക്ഷ്മത വേണം എന്നുള്ളതാണ് നമ്മുടെ വശം. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നമ്മൾ പറയായിരുന്നു, അപ്പോസ്തലന്മാരുടെ നടപടിക്രമങ്ങൾ അതങ്ങനെ തന്നെ പിൻപറ്റുന്നവർ വേർപെട്ട ദൈവജനമാണ്. വിശേഷാൽ നമുക്ക് കുറച്ചുകൂടെ അഭിമാനത്തിൽ പറയാം പെന്തക്കോസ്തുകാരെന്ന്. അത് കേട്ടതേ ഒത്തിരി പേർക്ക് അസ്വസ്ഥതയുണ്ടായി, ഭയങ്കരമായ ചോദ്യങ്ങളുമായിട്ടാണ് വരുന്നത്. അതിൽ രസകരമായ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പ്രസംഗിച്ച കാര്യത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യനും ആർക്കുമില്ല. പൊതുവെ പറയാനുള്ളത് പോത്ത് കുളത്തിൽ ചാടി, ആ വെള്ളത്തിൽ ചാടി, ഈ വെള്ളത്തിൽ ചാടി, പിന്നെ അവിടുത്തെ പെന്തിക്കോസ് ഇങ്ങനെയാണ്, ഈ പാസ്റ്റർ അങ്ങനെയാണ്, മറ്റേ പാസ്റ്റർ ഇങ്ങനെയാണ്, ആ കൊച്ചമ്മ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ ആഗമാനം പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, മൊത്തത്തിൽ ആഗമാനക്കാരാണ്. അപ്പോൾ ഈ ആഗമാനക്കാരെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ ആഗമാനമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കാമോ, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അങ്ങനത്തെ ടോപ്പിക്കൊന്നും നമ്മൾ പ്രസംഗിച്ചിട്ടില്ല, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് ക്രിസ്തീയ സഭയുടെ ആരംഭം, ആ ആരംഭം മുതൽ അതിൻ്റെ പ്രയാണം യെരുശലേമിൽ നിന്ന് ആരംഭിച്ച് അത് മുന്നോട്ട് വന്നു.
അന്ത്യോക്യ അടുത്തൊരു ഹബ്ബായിട്ട് മാറുന്നു. അന്ത്യോക്യയിലെ സഭയുടെ നേച്ചർ, ആ സഭയിൽ നിന്ന് 2 പേര് പ്രേക്ഷിത ദൗത്യവുമായിട്ട് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ അടുത്ത് നിന്ന് കണ്ടു. അപ്പോൾ അവരുടെ ശുശ്രൂഷ രീതികൾ, പ്രസംഗ രീതികൾ, അവരുടെ പ്രസംഗത്തിൻ്റെ തീം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത് നിന്ന് കണ്ടപ്പോൾ അതെല്ലാം ഏറെക്കുറെ പാലിക്കുന്നത് പെന്തക്കോസ്തുകാരാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ പെന്തക്കോസ്തുകാരായതുകൊണ്ട് കൊള്ളാം, ഞങ്ങളാണ് കേമന്മാർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അതിന് തെളിവ് വേണം, അതിന് പ്രൂഫ് കൊടുക്കേണ്ടി വരും. അങ്ങനെ പ്രൂഫ് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ തിരുവഴുത്തിൽ നിന്ന് ഈ കാര്യങ്ങളെ കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തിയിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഭ ആരംഭിച്ചത് പിന്നീട് അപ്പോസ്തലപ്രവൃത്തി 9, 10 അങ്ങനെയൊക്കെയുള്ള അധ്യായങ്ങളിലേക്ക് വരുന്നത്, 11-ാം അധ്യായത്തിലേക്ക് വരുന്നത്. അങ്ങനെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്യയിലേക്ക് ചിതറിപ്പോയ വിശുദ്ധന്മാർ വരുന്നത്, സുവിശേഷം അറിയിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കമൻസ്, ആ കമൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ നടുങ്ങിപ്പോയി, വലിയ നടുക്കത്തിലായിപ്പോയി. ഇപ്പോഴും നടുക്കത്തിൽ നിന്ന് കരകയറിയിട്ടില്ലെന്ന് വേണേൽ പറയാം. കാരണം രാജ്യാന്തര മണ്ടത്തരങ്ങളാണ് കമൻറ്റിലൂടെ വരുന്നത്. അപ്പോൾ തിരിച്ചതിന് മറുപടി കൊടുക്കാമെന്ന് വെച്ചാൽ ഇത് കണ്ണു തുറന്ന് വായിക്കണ്ടേ? നേരെ ചൊവ്വന് വായിച്ചാലല്ലേ അത് വായിക്കുന്ന കാര്യങ്ങൾ പുസ്തകമായിട്ട് ഒത്തുപോകുമോ എന്നൊന്നും നോക്കില്ല, ചുമ്മാ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക. എനിവേ, നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം, ഏതെങ്കിലും നല്ല മനസ്സുള്ള മനുഷ്യരുണ്ടെങ്കിൽ, സത്യാന്വേഷികളുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന നിലയിൽ നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് പറയാനിടയായി കഴിഞ്ഞ ആഴ്ച. അങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഞാൻ ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്തു നിങ്ങളുടെ ഇടയിൽ. ഈ പറയപ്പെട്ട ആഗമാന സുറിയാനി സമൂഹത്തിൻ്റെ നിരണം, ഭദ്രാസനം, മെത്രാപ്പൊലീത്ത, ശ്രീമാൻ ഇന്നാടത്ത് ഇന്നാര്, അദ്ദേഹമൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞെങ്കിലും ആ മെസ്സേജ് ഞാൻ യൂട്യൂബിൽ അതിൻ്റെ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനകത്ത് തന്നെ ഇൻസേർട്ട് ചെയ്തിരുന്നു ആ മെസ്സേജൊക്കെ. അതുപോലെ നമ്മുടെ കുന്നംകുളത്തെ ബഹുമാന്യനായ ശ്രീമാൻ യൂലിയോസ് ഗണേശൻ്റെ മുമ്പിൽ പോയി വണങ്ങി നിൽക്കുന്നതും, പിന്നെ ഈ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായമൊക്കെ പുള്ളി വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഈ 2 സ്ഥലത്തു നിന്നും കഴിക്കുന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 2 സ്ഥലത്തു നിന്നും, ഒന്ന് കർത്താവിൻ്റെ മേശയിൽ നിന്നും, ഒന്ന് വേറെ ഒരു പ്രത്യേക തരം മേശയിൽ നിന്നും ഭക്ഷിക്കുന്നത് അയോഗ്യമാണെന്നുള്ള കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ പുള്ളി ചുമ്മാ പ്രസാദങ്ങളും ഉണ്ണിയപ്പങ്ങളും എല്ലാം കൊതി മൂത്തട്ടായിരിക്കും ഇങ്ങനെ വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് വന്ന കാര്യങ്ങൾ. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ തീർത്ത് പറഞ്ഞു, ഈ കൂട്ടരൊന്നും സത്യവചനമായിട്ടൊരു ബന്ധമുള്ളവരല്ല. കാരണം വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. നമ്മൾ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്തിട്ടല്ലേ പറയുന്നത്, ചുമ്മാതെയല്ലല്ലോ പറയുന്നത്. ഇവരുടെ ആശയങ്ങൾ, ഒരു കൂട്ടർ പറയുന്നത് ഇസ്ലാമാണ് സത്യത്തിന് വേണ്ടി നിൽക്കുന്നത്, കാരുണ്യമുള്ളത് അവിടെയാണ്. ക്രിസ്ത്യാനിറ്റിയിൽ കാരുണ്യമില്ല, സത്യമില്ല, ഒന്നുമില്ല. സത്യം നിങ്ങളെ സ്വതന്ത്രമൊന്നും ആക്കില്ല. അങ്ങനെ യേശു ക്രിസ്തു പണ്ട് പറഞ്ഞതാണ്. അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ഇസ്ലാമാണെന്നാണ് നമ്മുടെ അന്ത്യോക്യക്കാരൻ പറയുന്നത്. അവിടെയാണല്ലോ ആരംഭിച്ചത്. പത്രോസിൽ നിന്ന് പിന്നെ അത് ലീനോസിലേക്ക് കൊടുത്തു, അവിടെ നിന്ന് ഇഗ്നോത്തിയാസിലേക്ക് കൊടുത്തു, അവിടെ നിന്ന് പിന്നെ പന്ത് നീട്ടിയടിച്ചു കൊടുത്തു. അങ്ങനെ പന്ത് ഇപ്പോൾ ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് എന്നൊക്കെ അവർ പറയുന്നത്. പക്ഷേ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയങ്ങൾ അവരുടെയൊക്കെ ഇടയിലെ പെൺപിള്ളേരെ സിറിയയിലെത്തിക്കുന്ന പരിപാടിയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. മെത്രാൻ്റെ പ്രസംഗം കേൾക്കുന്ന പെൺകുട്ടികൾ, കാത്തലിക്കിലും ഓർത്തഡോക്സിലും ഒക്കെ പെൺകുട്ടികൾ ആടിനെ മേയ്ക്കാനായിട്ട് സിറിയയിൽ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ട് ആർക്കും കാണാൻ കഴിയില്ല. കാരണം സത്യവും കാരുണ്യവും ഉള്ളത് അവിടെയാണെന്നല്ലേ പറയുന്നത്. കുറേ പെൺകുട്ടികൾ മലയാളക്കരയിൽ നിന്ന് പോയായിരുന്നു സിറിയയിലേക്ക്. അവരോടൊക്കെ പലരും പോയി ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, BBC-ക്കാരോ വേറെ ആരൊക്കെയോ. അപ്പോൾ അവരൊക്കെ പറയുന്നത് വളരെ കാരുണ്യം ഞങ്ങളിവിടെ അനുഭവിക്കുകയാണ്, വളരെയധികം കാരുണ്യം. ISIS-ൻ്റെ ഇതിലും താലിബാൻ്റെ ഇതിലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കാരുണ്യം ഞങ്ങളിങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ്. അതൊക്കെ അനുഭവിച്ച് സന്തോഷത്തോടെ സുഖത്തോടെ ഇരിക്കുക എന്നാണ് പറയുന്നത്. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ 10 മെത്രാന്മാരുണ്ടെങ്കിൽ സ്ഥലം കാലിയായി കിട്ടും, മലയാളക്കര എല്ലാം അങ്ങ് പോയി കിട്ടും. ഓക്കെ സഹോദരങ്ങളെ, അപ്പം ഇത്തരം വ്യർത്ഥമായ കാര്യങ്ങളെയാണ് ഈ കഴിഞ്ഞുപോയ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞത്. ഞാനൊരു ഓട്ടപ്രദക്ഷിണം പോലെ അങ്ങ് പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങളെ അങ്ങ് ഒരു ഓട്ടപ്രദക്ഷിണം പോലെ പറഞ്ഞതാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, കഷ്ടാനുഭവ ആഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. അതിലേക്കുള്ള ഒരു യാത്രയാണ്. ഇന്ന് ഹോശന്നയാണ്. ഇപ്പോൾ ഞാനിരിക്കുന്നതിൻ്റെ പിന്നിലൊരു പിക്ചർ നിങ്ങൾക്ക് കാണാം. അതായത് കഴുതപ്പുറത്ത് വന്നവൻ കുതിരപ്പുറത്ത് വരാറായിന്ന്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു സൺഡേയിൽ, ഹോശന്ന സൺഡേയിൽ
നമ്മൾ ഇവിടെ ആ കാര്യങ്ങളെ വിശദമായി പറഞ്ഞിരുന്നു. അന്ന് ക്രിയേറ്റ് ചെയ്തൊരു പോസ്റ്റാണത്. അത് ഇന്ന് ഒന്നുകൂടെ ഒന്ന് കണ്ടുപോട്ടെ എന്നോർത്ത് ഞാൻ ഈ സംവിധാനങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കഴുതപ്പുറത്ത് വരുന്നവൻ എന്നും കഴുതപ്പുറത്ത് ഇരിക്കുക, എല്ലാവരും കുതിരപ്പുറത്ത് വരാറായി, അതുകൊണ്ട് കാര്യങ്ങളെ ക്രമീകരിച്ചോ എന്നുള്ളതാണ്. ഒന്ന് രണ്ട് കാര്യം അതിൽ നിന്നൊന്ന് ഓടിച്ചു പറഞ്ഞിട്ട് ഞാൻ അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരികയാണ്. അതായത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹോശന്നയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം, പിന്നീട് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം, ഇങ്ങനെ 3 അധ്യായങ്ങളിലാണ് ഈ കാര്യത്തെക്കുറിച്ച് കുറച്ച് വ്യക്തമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് കാണുന്നത്. അതായത് നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ സമയം താൻ യെരുശലേമിലേക്ക് വരുന്നൊരു വരവാണ്. അങ്ങനെ യെരുശലേമിലേക്ക് വരുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. ഇന്ന സ്ഥലത്ത് പോയി അവിടെ ഒരു കഴുതയെ അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നുണ്ടാവും, അതിനെ അഴിച്ചുകൊണ്ട് വരിക, ചോദിക്കുന്നവരോട് ഇന്ന പോലെ മറുപടി പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവരതിനെ അഴിച്ചുകൊണ്ട് വന്നു. പിന്നത്തേതിൽ കർത്താവ് ആ കഴുതയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു വരികയാണ്. അങ്ങനെ സഞ്ചരിച്ചു വരുന്ന സമയത്ത് ചില ഇൻസിഡൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഞങ്ങളാണ് യഥാർത്ഥ അപ്പോസ്തോലിക പിന്തുടർച്ചക്കാരും, അല്ലെ വചനം മുറുകെ പിടിക്കുന്നവരും, വചനത്തിൽ കാണുന്നത് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഞങ്ങളാണെന്നൊക്കെയുള്ള ഒരു അവകാശവാദമാണ് നമ്മൾ ഉയർത്തുന്നത്. അതൊന്നും മറ്റുള്ളവർ അംഗീകരിച്ച് തരണമെന്നൊന്നുമില്ല. അത് മറ്റുള്ളവർ അംഗീകരിച്ച് തരണമെന്നില്ല. പക്ഷെ അംഗീകരിച്ച് തന്നില്ലെങ്കിലും നമുക്ക് വചനത്തിൽ നിന്ന് കാര്യം പറയാമല്ലോ. അപ്പോൾ സഹോദരങ്ങളെ, ഈ 21-ാം അധ്യായത്തിലേക്ക് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുടക്ക ഭാഗം മുതൽ നമ്മൾ നോക്കുമ്പോൾ, അതെല്ലാം വായിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്ന ആ കാര്യത്തെക്കുറിച്ച്, ഈ കഴുതപ്പുറത്ത് വരുന്നതിനെക്കുറിച്ചും സെഖരിയാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു പ്രവചന നിവൃത്തിയാണത്. അതും വായിക്കുന്നില്ല. ആർക്കെങ്കിലും വാക്യം വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. സെഖരിയാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ സെഖരിയാവ് എഴുതി വെച്ച ആ പ്രവചനത്തിൻ്റെ നിവൃത്തി എന്നോണമാണ് കർത്താവ് ഇവിടെ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ മുന്നോട്ട് വരുമ്പോൾ ജനം തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിക്കുകയും, പിന്നെ ഒലിവിൻ്റെ ഇലകൾ നിലത്ത് വെട്ടിയിടുകയും, അതുപോലെ ഈന്തപ്പനയുടെ ഇലകൾ അതിൻ്റെ കുരുത്തോല പോലെ ഇരിക്കുന്നത്, ആ ഈന്തപ്പനയുടെ ഇളതായ ഇലകളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടും ഒക്കെ അവർ കർത്താവിൻ്റെ മുമ്പാകെ ദാവീദ് പുത്രന് ഹോശന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ മത്തായി 21-ന്റെ 9-ാം വാക്യത്തിൽ ആ വാക്ക് കാണുന്നത്, ഈ ജനം അവിടെ ആർത്തുകൊണ്ടിരുന്നു. എൻ്റെ കർത്താവേ, അത് അവിടെ ആയിരുന്നു നന്നായി. യെരുശലേമിൽ ജനം ആർത്തുകൊണ്ടിരുന്നത് നന്നായി. നമ്മുടെ കോട്ടയത്തോ അല്ലെങ്കിൽ വല്ല വരിമലയിലോ അല്ലെങ്കിൽ വല്ലോ ഈ പറഞ്ഞ പോലെ കോതമംഗലത്തോ മഞ്ഞണിക്കരയിലോ ഒക്കെ വെച്ചിട്ടാണ് ഇതുപോലെ ആർക്കുന്നത് കേട്ടെങ്കിൽ ഈ ജനം അപ്പോൾ കേസ് കൊടുത്തേനെ. നിങ്ങളുടെ ദൈവത്തിന് എന്നാ ചെവി കേൾക്കൂലേ? ഇത്ര ഒച്ച വയ്ക്കണോ? ജനം ആർക്കുന്നു, വലിയ ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നു, അതിൻ്റെ കൂടെ വല്ലവരും കൈയടിക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. അതൊന്നും എഴുതി വെച്ചിട്ടില്ല. ആർപ്പിടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വലിയ ശബ്ദത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്തുതിക്കുകയോ ഉച്ചത്തിൽ പറയുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് ആർപ്പിടുക എന്ന് പറയുന്നത്. ഇവിടെ ദാവീദ് പുത്രന് ആരാധന അർപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഇവിടെ ആരാധനയാണ് അർപ്പിക്കുന്നത്. അവൻ്റെ മുമ്പാകെ ജനം കുമ്പിടുകയാണ്. അവിടെ ആരാധനയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുകയാണ്. കർത്താവ് ആരെയും വിലക്കിയില്ല. അയ്യോ, എന്നെ ആരാധിക്കണ്ട, പിതാവായ ദൈവത്തെ ആരാധിക്കൂ, അങ്ങനെയല്ലേ വേണ്ടത് എന്നൊന്നും പറയാൻ നിന്നില്ല. അങ്ങനെയൊന്നും വാക്യങ്ങളില്ല. അപ്പം കർത്താവ് അവിടെ ആരാധന സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇതിലെ ഒരു കാര്യം മാത്രമേ ഞാൻ ഉയർത്തുന്നുള്ളൂ, ജനം അവിടെ ആർപ്പിട്ടു. അതേ കാര്യം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന കാര്യങ്ങളാണ് 11-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്നത്. അങ്ങനെ അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങളിലാണ് സബ്ജക്റ്റ് ഇരിക്കുന്നത്. 10 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ പറഞ്ഞയച്ചവർ കഴുതക്കുട്ടിയെ കൊണ്ടുവന്നു. കർത്താവ് അതിൻ്റെ മുകളിൽ കയറി മുന്നോട്ട് പോകുന്ന കാര്യമാണ് അവിടെയും എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് എന്തെന്നാ, അതിൻ്റെ 8-9 വാക്യത്തിലേക്ക് വരുമ്പോൾ, അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു, മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കമ്പ് വെട്ടി വഴിയിൽ വിതറി,
മുമ്പും പിമ്പും നടക്കുന്നവർ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28 മുതൽ അതിൻ്റെ 40-ാം വാക്യം വരെയാണ് ഈ സബ്ജക്റ്റ് കിടക്കുന്നത്. അതായത് ഒരു പാരഗ്രാഫ്. നമ്മളതൊന്നും വായിക്കാൻ പോവുകയല്ല. അങ്ങനെ ഈ കാര്യം അവിടെ ആരംഭിക്കുകയാണ്. സെയിം കാര്യങ്ങൾ തന്നെ. അതിൻ്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ജനം, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരോ, നിന്റെ ശിഷ്യന്മാരെ വിലക്ക് എന്ന് പറഞ്ഞു. അവർ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മലയാളക്കരയിൽ വന്നിട്ട് പോയ ആൾക്കാരാണ്. മലയാളക്കരയിലെ ഈ പാരമ്പര്യ നസ്രാണികളുമായിട്ട് ബന്ധമുള്ളവരായവർ. അവരാ പറയുന്നത്, വിലക്കുക, ഇങ്ങനെ വേണ്ട, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പതിയെ പറഞ്ഞാൽ പോരെ. പിതാവിനും കേൾക്കാം, പുത്രനും കേൾക്കാം, പരിശുദ്ധാത്മാവിനും കേൾക്കാം. പിന്നെ എന്തിനാണ് ഇത്ര വലിയ ശബ്ദത്തിൽ ശബ്ദഘോഷം മുഴക്കുന്നത്? ഇപ്പം ഇവർ പറയുന്നത് എന്തെന്നാ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് ലൂക്കോസി വരുമ്പോൾ കാണുന്നത്. രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. അതിന് പുസ്തകത്തിൽ പറയുന്നത് രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലം ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലം ഉണ്ടാകും. അപ്പോൾ ജനം രാജാവിൻ്റെ മുമ്പിൽ വാഴ്ത്തി പുകഴ്ത്തുകയാണ്, രാജാവിനെ വാഴ്ത്തി പുകഴ്ത്തുകയാണ്, അവനെ വണങ്ങുകയാണ്, അവനെ ആരാധിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, അമർച്ചയായി കൽപ്പിക്കുക, ഇവരോട് മിണ്ടാതിരിക്കാൻ പറയുക. എങ്ങനെയാണ് പറയുന്നത്? ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക. വിലക്കുക, മുടക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തിരക്കേടില്ലാത്ത മലയാളമാണ്. അത് പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിലുള്ളതാണ്. വിലക്കുക, മുടക്കുക. മുടക്ക് കൽപ്പന എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും മുടക്കുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ മുടക്കിൻ്റെ പരിപാടി ആരംഭിച്ചത് ഏകദേശം AD 800-കൾക്ക് ശേഷമാണ്. AD 800-കൾക്ക് ശേഷം. അതായത് പൗരസ്ത്യ ദേശത്തെ പാത്രിയാർക്കീസിനെ അങ്ങ് പാശ്ചാത്യ ദേശത്തിരിക്കുന്ന പോപ്പ് മുടക്കും. അതായത് മുടക്കുക എന്ന് പറയും, മുടക്ക് കൽപ്പന കൊടുക്കും. അപ്പം പാത്രിയാർക്കീസ് പോപ്പിനെ മഹറോൻ ചൊല്ലും, പോപ്പ് ഇങ്ങനെ മഹറോൻ ചൊല്ലും. അങ്ങനെ തുടങ്ങിയ പരിപാടിയാണത്. അത് പലയിടത്തും അങ്ങ് ഏറ്റെടുത്തു. പിന്നെ മലയാളക്കരയിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത മലങ്കര മെത്രാപ്പോലീത്തയെ പാത്രിയാർക്കീസ് വിലക്കുന്നുണ്ട്, മുടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ ഈ എന്താ നസ്രാണി ലോകത്തെ പരിപാടിയാണ് ഈ വിലക്കുക എന്ന് പറയുന്നത്. അത് യഹൂദന്മാരിൽ നിന്ന് ഇവർ പഠിച്ചതാണോ, ഇവരിൽ നിന്ന് യഹൂദന്മാർ പഠിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. അത് നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ എന്തായാലും ഇവർ പറയുന്നത് വിലക്കുക. അതിന് യേശുക്രിസ്തു മറുപടി പറയാണ്, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. അതായത് യഹൂദന്മാർ ഇങ്ങനെ സംസാരിക്കുകയാണല്ലോ. ഇപ്പോൾ യഹൂദന്മാർ മൗനമായി പോയി കഴിഞ്ഞാൽ കാട്ടുകല്ലുകൾ ആർപ്പിടുമെന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ സത്യം. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കാട്ടുകല്ലുകൾ, അതായത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന കല്ലുകൾ കാട്ടുകല്ലുകളാണല്ലോ, അല്ലേ? അങ്ങനെ കിടന്നതല്ലേ? ഒരു കണ്ണിനും അലിവ് തോന്നാതെ കിടന്നതാണ്. തെരുവോരത്ത് ചിതറിക്കിടന്ന കല്ലുകൾ, ആർക്കും വേണ്ടാത്ത കല്ലുകൾ, ഒരു ശേലുമില്ല, ഭംഗിയുമില്ലാത്ത കല്ലുകൾ. അത്തരം കല്ലുകൾ ആർപ്പിടുമെന്നാണ് പറയുന്നത്, അല്ലേ? അത്തരം കല്ലുകൾ ചരിത്രത്തിൽ സംഭവിച്ചു. അവസരം കൊടുത്തു യഹൂദന് അവസരങ്ങൾ പലവട്ടം കൊടുത്തു, പല നിലകളിൽ കൊടുത്തു. പക്ഷേ അവസരങ്ങളൊന്നും അവർ പ്രയോജനപ്പെടുത്തിയില്ല. ഒരു സ്ഥലത്ത് വെച്ച് പൗലോസ് കാലിലെ പൊടി തട്ടിക്കളഞ്ഞു, മറ്റൊരു സ്ഥലത്ത് വെച്ച് വസ്ത്രം കുടഞ്ഞു കളഞ്ഞു. ഇനി നിങ്ങളുടെ ഇടയിൽ സംസാരിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല, ഞാൻ ജാതികളിലേക്ക് തിരിയുകയാണെന്ന് പറഞ്ഞ്. ഇത് എല്ലാ കാലത്തും പരിശുദ്ധാത്മാവ് തൻ്റെ ദാസന്മാരിലൂടെ ചെയ്യുന്ന കാര്യമാണ്. എല്ലാ കാലത്തും ചെയ്യും. ശമൂവേലിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാവിലൂടെ പറഞ്ഞിട്ടുണ്ട്. പല വാക്യങ്ങളുണ്ട്. ഈ ജനത്തിന് വേണ്ടി ഇനി പ്രാർത്ഥിക്കുക പോലും വേണ്ട, സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രവാസമാണ്. നെബൂഖദ്നേസറിൻ്റെ രഥം വരും, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പൊക്കോളും. അപ്പോൾ ഇതിനിടയിൽ പ്രാർത്ഥിക്കേണ്ട അവസാന സമയം വേണ്ടെന്ന് യിരെമ്യാവിനോട് പറഞ്ഞ്. ഇനി പ്രാർത്ഥിക്കേണ്ട, പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിച്ചു. അവർ മനം തിരിയാൻ മനസ്സ് കാണിക്കുന്നില്ല. അതുകൊണ്ട് യിരെമ്യാവേ നീ അടങ്ങിയിരുന്നോ എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് എല്ലാ കാലത്തും ദൈവം ഇടപെടും. അപ്പോൾ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. അങ്ങനെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോഴാണ്
ഏതെങ്കിലും അയ്യപ്പനോ പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ശങ്കരനോ കൃഷ്ണൻകുട്ടിയോ അല്ലെങ്കിൽ ഷമീറോ അല്ലെങ്കിൽ അമീറോ സുലൈമാനോ എന്ന് വേണ്ട, അങ്ങനെയുള്ള ആളുകളൊക്കെ രംഗത്ത് വന്ന് ദൈവവചനം ആധികാരികമായി പറയുന്നൊരു കാലം. അപ്പോൾ ആളുകൾ തിരിച്ചു ചോദിക്കുക അവരോട്, തറവാടിത്വം ഉണ്ടോയെന്ന് ചോദിക്കും. ഈ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഈ പാരമ്പര്യ ആഗമാന സുറിയാനികൾ ചോദിക്കും, പാരമ്പര്യമുണ്ടോ, ഇവന് അഭിഷേകം ഉണ്ടോ എന്നുള്ളതല്ല ഇവൻ ചോദിക്കുന്നത്. അവൻ അഭിഷേകം എന്നൊന്നും പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല. പാരമ്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. എത്ര വർഷത്തിൻ്റെ ആ ഒരു പാരമ്പര്യമുണ്ട്? കൂടിയ 100 അല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു 100 ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരിക്കും. എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് എന്നൊക്കെയുള്ളത്. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. മരമണ്ടന്മാരുടെ ചോദ്യങ്ങൾ. ഇതേ ചോദ്യം തന്നെ യഹൂദന്മാർ പത്രോസിനോട് ചോദിച്ചത്. മിസ്റ്റർ പത്രോസ്, പാരമ്പര്യമുണ്ടോ? ഞങ്ങൾക്ക് അങ്ങ് വളരെ ദൂരം പാരമ്പര്യം കിടക്കുകയല്ലേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാരമ്പര്യം എന്ന് വെച്ചാൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഞങ്ങൾക്ക് ഒത്തിരി പറയാനുണ്ട്. ആ ശമരിയാക്കാരിയുടെ പോലും ആ വർത്തമാനം കേട്ടില്ലേ? പുള്ളിക്കാരി കോളർ പിടിച്ചിട്ടിട്ടാണ് കർത്താവിനോട് പറയുന്നത്, ഞങ്ങൾ മോശക്കാരൊന്നും അല്ല. ഗറാസീം മലയിൽ ഞങ്ങളുടെ പിതാവായ യാക്കോബ് ഒരു ഊറ്റംകൊള്ളലാണ്. ഇവർക്കെല്ലാം ഉണ്ടാവും ഒരു ഊറ്റംകൊള്ളൽ. ഞങ്ങളുടെ പിതാവായ യാക്കോബ്, ഞങ്ങളുടെ പിതാവായ ഇസഹാക്ക്, എല്ലാവരും മാറി മാറിയാണ് പറയുന്നത്. ഞങ്ങളുടേത് ആ മലയാണ്, ഞങ്ങളുടേത് ഈ മലയാണ്. അങ്ങനെ പല രീതിയിലാണ് പറയുന്നത്. അതേ ചോദ്യം പത്രോസിനോട് ചോദിച്ചാൽ എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ ഈ കൂട്ടം ഇത് ആരംഭിച്ചിട്ട് എത്ര കാലമായെന്ന് ചോദിച്ചാൽ, അയ്യോ ഇന്നലെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ അല്ലല്ലോ. ഞങ്ങളുടെ ഈ കൂട്ടം അല്പം മുമ്പ് ആരംഭിച്ചത്. ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ഈ മാളികമുറിയിൽ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പം അങ്ങ് ആരംഭിച്ചുള്ളൂ. അതൊരു പ്രകമ്പനം തന്നെയായിരുന്നു അല്ലേ? ഇരുന്ന സ്ഥലമൊക്കെ കുലുങ്ങി. ഒരു ആരംഭം എന്ന് പറഞ്ഞാൽ ഒരു 1.5 ആരംഭമായിരുന്നു. ആ ആരംഭം കഴിഞ്ഞ് നേരെ താഴേക്കിങ്ങ് ഇറങ്ങി വന്നിട്ട് യെരുശലേമിൻ്റെ തെരുവിലേക്ക് വരികയാണ്. അവിടെയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജനം അന്തം വിട്ടുപോയെന്ന് എഴുതിയിരിക്കുന്നത്. ഇത് എന്ത് അധികാരത്തിലാണ് അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുന്നു. ഭയങ്കര കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ആദ്യം ചോദിച്ച ആളുകൾ പിന്നെ അങ്ങനത്തെ ചോദ്യം ചോദിക്കാനായിട്ട് മെനക്കെട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെന്നാ ആരംഭിച്ചത്? പെട്ടിക്കടയാണോ മാടക്കടയാണോ? ഞങ്ങളുടെ യെരുശലേം ദേവാലയവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ചോദ്യമാണ് പത്രോസിനോടും പൗലോസിനോടൊക്കെ ചോദിക്കുന്നത്. യഹൂദന്മാർ ചോദിക്കുക, പൗലോസിനെ വിടാം. പത്രോസിനോടും യോഹന്നാനോടും യാക്കോബിനോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ദൈവാലയമുണ്ടോ? ഞങ്ങൾക്ക് യെരുശലേം ദേവാലയമുണ്ട്. നിങ്ങൾക്ക് എന്ത് ആലയമാണ് ഉള്ളത്? ഏതൊരു പൊട്ടിപ്പൊളഞ്ഞ കെട്ടിടത്തിൻ്റെ മുകളിലിരുന്നിട്ട് പരിശുദ്ധാത്മാവ് വന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? അതൊക്കെ ആരത് വിശ്വസിക്കും? നിങ്ങൾക്ക് എന്ത് പാരമ്പര്യമുണ്ട്? കൈവെപ്പുണ്ടോ? കൈവെപ്പല്ലോ ഉണ്ടോ? ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ ഇരുന്നിട്ടുണ്ടോ പത്രോസ്? പുള്ളി ആകെ മീൻ പിടിച്ച ചരിത്രം പുള്ളിക്ക് പറയാനുള്ളൂ. പുള്ളിക്ക് പറയാനുള്ള ചരിത്രം എന്നാ? മീൻ പിടിച്ച ചരിത്രങ്ങൾ. അത് അപ്പനപ്പൂപ്പന്മാരായിട്ട് പഠിപ്പിച്ചത് എങ്ങനെ തുഴയണമെന്നും എങ്ങനെ വലയെറിയണമെന്നൊക്കെ. അതൊക്കെയാണ് പുള്ളിക്ക് പറയാനുള്ള പാരമ്പര്യം. പക്ഷേ ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് കേട്ട് കാത്തിരുന്നപ്പോൾ ഉയരത്തിലെ ശക്തി പ്രാപിച്ചു. ആ ശക്തിയാൽ യെരുശലേമിനെ വിറപ്പിക്കുകയാണ് ഈ മുക്കുവൻ അല്ലേ? ഈ പത്രോസ്, യോഹന്നാനും യാക്കോബും അവർ യെരുശലേമിനെ വിറപ്പിക്കുകയാണ്. പാരമ്പര്യവാദികൾ അന്തം വിട്ട് നിൽക്കുക. അവർ അമർച്ചയായി കൽപ്പിക്കുകയാണ്, ഈ നാമത്തിൽ, അതായത് യേശുവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന്. ഓക്കെ, അത് വിടാം, നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ആ ഭാഗത്തേക്ക് വരാം. ഇപ്പം ഞാൻ ഈ ഭാഗത്ത് നിന്ന് വായിച്ച ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. ഈ ജനം ആർപ്പിട്ടു. അപ്പോൾ അവിടെ വിലക്കാനാണ് പറയുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഹൃദയം തുറന്ന് ആരാധിക്കുമ്പോൾ, ശബ്ദത്തിൽ ആരാധിക്കുമ്പോൾ, യെരുശലേം ദേവാലയത്തിന് അടിത്തറയിടുന്നതിനെക്കുറിച്ച് നമ്മൾ എസ്രായുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എസ്രായുടെ പുസ്തകത്തിൽ അന്നേരം ജനം മുഴക്കിയ ഘോഷസ്വരം ബഹുദൂരം കേട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ബഹുദൂരം. അപ്പോൾ നമ്മൾ ബഹുദൂരം കേൾക്കാൻ പാകത്തിന് ശബ്ദം പുറപ്പെടുവിക്കുന്ന കാര്യമല്ല പറയുന്നത്. ദൈവത്തെ ആരാധിക്കുന്നവർ, അക്രൈസ്തവരായവർ അത് കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടും, സ്വാഭാവികമാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത്ര ശബ്ദത്തിൽ പറയുന്നത്? മൗനമായി ഇങ്ങനെ തൊഴുകൈകളോടെ നിന്നാൽ നിങ്ങളുടെ ദൈവത്തിന് ഹൃദയത്തിൽ പറഞ്ഞ കേൾക്കില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ന്യായമായ ചോദ്യമാണ്. അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് അവരങ്ങനെ ചോദിക്കുന്നു. അതേസമയം നസ്രാണി എന്ന് പറയുന്നവൻ ഈ പുസ്തകമായിട്ട് നടക്കുന്നു എന്ന് പറയുന്ന ആഗമാനക്കാർ, അവരാ നമ്മളോട് പറയുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത്, നിങ്ങളിങ്ങനെ ആരാധിക്കുന്നതെന്ന്. അവിടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെയും അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെയൊക്കെ ദൈവത്തെ സ്തുതിക്കണം.
വാദിത്രങ്ങളോടും കിന്നരങ്ങളോടും ഒക്കെ സ്തുതിക്കണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സങ്കീർത്തനമൊക്കെ അവരുടെ കയ്യിലുമുണ്ട്. സങ്കീർത്തനം മാത്രമല്ല, പല ഭാഗത്തും ഉണ്ടല്ലോ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി സഞ്ചരിക്കുന്ന വലിയൊരു സമൂഹമാണ് ഇന്ന് ക്രൈസ്തവ ലോകം എന്ന് പറയുന്നത്. മൗനപ്രാർത്ഥനക്കാരാണ് ഏറിയ പങ്കും, മൗനപ്രാർത്ഥനക്കാർ. അത് പറയാനാണ് അത്രയും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഹോശന്നയാണ്, ഹോശന്ന ഞായർ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അങ്ങനെ യെരുശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്ന കാര്യങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു സരസനായ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു. അതായത് സോഷ്യൽ മീഡിയയിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും അതൊക്കെ ആക്ട് ചെയ്യും. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ക്രൂശ് എടുക്കുന്നുണ്ട് കർത്താവ്. ക്രൂശ് എടുക്കാൻ ആരുമില്ലെന്ന്. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരാനൊക്കെ ആളുണ്ട്, ക്രൂശ് എടുക്കാൻ ആളില്ലെന്ന്. അതായത് നമ്മുടെ നാട്ടിൽ മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ധാരാളം പേര് ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ ക്രൂശല്ല ഉദ്ദേശിച്ചത്. ഇത് എഴുതിയ ആൾ അതിൻ്റെ പിക്ചർ സഹിതമാണ് കാണിക്കുന്നത്. കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത് പോലെ തന്നെ ക്രൂശേ കയറാൻ അത് ആക്ട് ചെയ്യുന്നില്ലല്ലോ എന്ന്. ചുമ്മാ ഒരു ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്നു ആളുകൾ മലയാറ്റൂർക്ക്. അതേസമയം ഫിലിപ്പീൻസിലേക്ക് പോയി കഴിഞ്ഞാൽ, മെക്സിക്കോയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ലിറ്ററലി ആളുകളെ ക്രൂശിക്കുകയാണ്. ക്രൂശെ കയറ്റി നിർത്തിയിട്ട് ആണി അടിക്കുകയോ അല്ലെങ്കിൽ കയറിട്ട് കെട്ടുവോ, അങ്ങനെ ഒരു ദിവസമോ അര ദിവസമോ ഒക്കെ ഇങ്ങനെ ക്രൂശെ കിടക്കും ആളുകൾ. അങ്ങനത്തെ ഒരു ചെറിയ അരക്കിറുക്ക് കാത്തലിക് സൈഡിലാണെന്നുള്ളത്, അല്ലാത്ത ആളുകൾക്ക് അത്രയില്ല. അങ്ങനത്തെ പരിപാടികൾ അവരൊപ്പിക്കും. എനിവേ, പറഞ്ഞു വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത ദിവസം നമ്മൾ കാണുന്നത്, അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ ഹോശന്നയൊക്കെ പറഞ്ഞ ആളുകൾ വസിക്കുന്ന നഗരമാണ് യെരുശലേം പട്ടണം. ആ യെരുശലേം നഗരത്തെ കണ്ട് കർത്താവ് കരഞ്ഞു, നിനക്ക് വരാൻ പോകുന്ന ന്യായവിധി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് വരുമ്പോൾ, അടുത്ത ദിവസം കർത്താവ് ബഥാന്യയെ പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് ഒരു അത്തിയെ കണ്ട് നോക്കിയപ്പോൾ അത്തിയിൽ ഫലമില്ലാത്തതുകൊണ്ട് അത്തിയെ ശപിച്ചു. അതാണ് പിന്നീട് കാണുന്നത്. തൊട്ടടുത്ത ദിവസം ആ പരിസരത്ത് തന്നെയുള്ള ഒരു അത്തിയെ കണ്ട് ശപിക്കുകയാണ്. അത്തി യഹൂദനെ കാണിക്കുന്നതെന്ന് നമുക്കറിയാം, യഹൂദനെ ശപിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഹോശന്ന വിളിച്ച ആളുകളെ നെക്സ്റ്റ് ഡേയിൽ ശപിക്കുക. അതായത് അത് ഉണങ്ങിപ്പോകട്ടെ എന്നാണ് പറയുന്നത്, ഫലമില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോകട്ടെ എന്ന്. അപ്പോൾ ഈ ആർപ്പിട്ടതോ, ആർപ്പ് മാത്രമേ ഉള്ളൂ, ഫലമില്ല. വെറുതെ ആർപ്പിട്ടതാ. അതിൽ ദൈവം പ്രസാദിക്കുന്ന പലരുടെയും വിചാരം. അതായത് കുരുത്തോലയൊക്കെ പിടിച്ച് ഇങ്ങനെ കുളിച്ച് കുട്ടപ്പനായിട്ട് കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ വന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിനങ്ങ് പ്രസാദമാകുന്ന, അങ്ങനെയൊന്നുമല്ല. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം കാലാകാലങ്ങളിലായി ദൈവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിൻ്റെ നടുവിൽ ക്രൈസ്തവ ലോകം ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലേ? പൊതു ലോകത്തിൻ്റെ മുമ്പിൽ ഫലം പുറപ്പെടുവിക്കേണ്ട ഒരു സമൂഹമാണ് ക്രൈസ്തവ ലോകം. ഫലം പുറപ്പെടുവിക്കുന്നില്ല. അപ്പോൾ ഫലം പുറപ്പെടുവിക്കാതെ വരുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു കാര്യം കൂടെ പറയുകയാണ്. അതായത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം എന്ന് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 21:12 മുതൽ താഴേക്ക് നോക്കുമ്പോൾ യേശു അത്തിയെ ശപിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ദൈവാലയത്തിലേക്ക് വരികയാണ്. ദൈവാലയത്തിൽ ചെന്നു, ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളും അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹോശന്ന ദിനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് ഹോശന്നയാണെങ്കിൽ നെക്സ്റ്റ് ഡേ സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവ് അത്തിയെ നോക്കി അതിനെ ശപിച്ചു, യെരുശലേമിനെ നോക്കി കരഞ്ഞു, അതിന് വരുന്ന ന്യായവിധിയുടെ കാഠിന്യം വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നത്തേതിൽ ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് അവിടെ കണ്ട ആ കാഴ്ചകൾ കർത്താവിനെ അലോസരപ്പെടുത്തി. അവിടുത്തെ വാണിഭക്കാരെയെല്ലാം പുറത്താക്കിക്കൊണ്ട് ചാട്ടവാറെടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നുള്ള കാര്യം പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നിവൃത്തി എന്നോണം കർത്താവ് അത് വിളിച്ചു പറയുകയാണ്. ആ പ്രവചന നിവൃത്തി എന്നോണം എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞ പോലെ ചാട്ടവാറൊക്കെ എടുക്കുന്നതും അങ്ങനെ പല കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്നതും. അപ്പോൾ ഈ ഹോശന്ന കഴിഞ്ഞിട്ട്
പിന്നീട് സംഭവിക്കുന്നത് ദൈവാലയം ശുദ്ധീകരിക്കുന്നതാണ്. അതുപോലെ കർത്താവ് ഫലം പുറപ്പെടുവിക്കാത്ത അത്തിയെ നോക്കി ശപിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ഇടയിലുള്ള ക്രൈസ്തവ ലോകം ഈ കുരുത്തോലയിൽ മാത്രം തൃപ്തിപ്പെടുകയാണ്. അടുത്ത പാരഗ്രാഫ് ഒന്നും വേണ്ട അവർക്ക്. ഇതൊരു രസകരമായ കാര്യമാണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നു, ഹോശന്ന എന്ന് പറയുന്നു. അപ്പം നമുക്ക് ആ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് ഒരു പ്രോഗ്രാം ചെയ്തേക്കാം, ഹോശന്ന ഞായർ, അങ്ങനെ ഒരു പ്രോഗ്രാം. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളോ അത് നമുക്ക് വേണ്ട. ഇനി നമുക്ക് അടുത്ത വ്യാഴാഴ്ച അപ്പം ചുട്ട് തിന്നാം, പെസഹായുടെ അപ്പം ചുട്ട് തിന്നാം. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച കർത്താവിനെ ക്രൂശിക്കാം. പിന്നെ ശനിയാഴ്ച നമുക്ക് ബിവറേജിൽ പോയിട്ട്, ശനിയാഴ്ച കിട്ടുമെന്ന് അറിയില്ലല്ലോ, അല്ലെങ്കിൽ നേരത്തെ എല്ലാം മേടിച്ച് വയ്ക്കുക. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് പോത്തിനെ വെട്ടും. അപ്പോൾ സംഭവം എല്ലാം മേടിക്കുക. നസ്രാണിക്ക് ഈ ഈസ്റ്റർ കൊണ്ടാടണമെങ്കിൽ പോത്ത് വേണം. അപ്പോൾ പോത്തൊക്കെ തലേദിവസം നേരത്തെ മേടിച്ച് വയ്ക്കുന്നു. ഞായറാഴ്ച കർത്താവിനെ ഉയർപ്പിക്കും. വെള്ളിയാഴ്ച അടക്കും, ഞായറാഴ്ച ഉയർപ്പിക്കും. അപ്പം ഇതിനിടയിലുള്ള കാര്യങ്ങളൊന്നുമോ അതൊന്നും ബാധകമല്ല. ഇതിനിടയിലുള്ള ആഴങ്ങളോ, കർത്താവ് പിന്നത്തേതിൽ ഒലിവുമലയിലേക്ക് വരുന്നതും യെരുശലേം ദേവാലയം തകർക്കപ്പെടാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള പ്രവചനം പറഞ്ഞതും മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ മത്തായി 24 ധ്യാനിക്കേണ്ട ആഴ്ചകളല്ലേ ഇതൊക്കെ? ആരാ മത്തായി 24 ധ്യാനിക്കുന്നത്? അല്ലേ? കർത്താവ് തന്നെ ശിഷ്യന്മാരുമായി ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ യെരുശലേം ദേവാലയത്തിൻ്റെ ആ മനോഹരത്വം പറയുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇത് കല്ലിന്മേ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്നു. ഇതെല്ലാം കൂട്ടിവെച്ച് പഠിക്കണം. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മനുഷ്യപുത്രൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം ചോദിച്ചപ്പോൾ 1 by 1 ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. അതൊക്കെ ധ്യാനിക്കേണ്ട ആഴ്ചയാണ് ഈ ആഴ്ച എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞത് ഈ ആഴ്ചയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനൊരു ധ്യാനയോഗം വെക്കണം. ഈ പെസഹായ്ക്കുള്ള അപ്പം, യഹൂദൻ്റെ അപ്പം ഒന്നും നമ്മൾ മുറിച്ച് തിന്നിട്ട് ഒരു കാര്യമില്ല. അതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളാണ്. അത് പിന്നെ പെസഹ വ്യാഴാഴ്ച വേണേൽ നമുക്കൊരു മീറ്റിംഗ് വെച്ച് അതിനെക്കുറിച്ച് വിശദമാക്കാം. ഇപ്പം ഞാൻ ഓടിച്ച് പറയുകയാണ്, നമ്മളോട് പെസഹായ്ക്ക് അപ്പം നുറുക്കി തിന്നാനൊന്നും പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ എടുക്കും, ചില കാര്യങ്ങൾ എടുക്കില്ല. അതിനുള്ള ഉദാഹരണങ്ങൾ ഞാൻ പിന്നാലെ പറയാം. അപ്പം നമുക്ക് ബോധിച്ച കാര്യങ്ങളും താല്പര്യമുള്ള കാര്യങ്ങളും മാത്രം എടുത്താൽ പോരാ, ദൈവവചനത്തിലുള്ള എല്ലാ കാര്യങ്ങളും എടുക്കണം. ഇന്നലെ രാത്രി ഞാൻ ദൈവവചനം പറഞ്ഞപ്പോൾ പറയായിരുന്നു, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ പുസ്തകങ്ങളിലെയും എല്ലാ വാക്യങ്ങളും എടുത്ത് ദൈവദാസന്മാർ പ്രസംഗിക്കണം. അതെല്ലാം ഘോഷിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും മാറ്റിവെക്കാൻ പാടില്ല. നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കണം. ഇഷ്ടമുള്ള ഭാഗം മാത്രം എടുക്കും, ഇഷ്ടമുള്ള കാര്യം മാത്രം പ്രസംഗിക്കും. അതെങ്ങനെ ശരിയാവും? അതാണിന്ന് പൊതുവേ കണ്ടുവരുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹോശന്നയുമായി ബന്ധപ്പെട്ട് കർത്താവ് യെരുശലേമിലേക്ക് വരുന്ന കാര്യം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞ ആമുഖത്തിൽ അതങ്ങ് വിടുകയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ അതിനോടനുബന്ധിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ആരും ചിന്തിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വേറൊന്നും അധികം പറഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു അല്പം കൂടെ ഒരു വിശദീകരണം അതിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ഇതെല്ലാം ചേർത്ത് വെച്ച് ചിന്തിക്കണം. ദൈവവചനം അനുസരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ രീതികൾ, അതിൻ്റെ പിന്തുടർച്ചകൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയാണ് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ യെരുശലേം ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം വന്ന കമൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. പിന്നീട് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കുകൾ, ഒരു കാര്യം മനസ്സിലായി, മനുഷ്യർക്കിത് മനസ്സിലാകുന്നില്ല. ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചുള്ള അതിൻ്റെ ആഴങ്ങൾ, സഭയുടെ ആരംഭം മുതലുള്ള ആ കാര്യങ്ങൾ പലർക്കും പിടികിട്ടുന്നില്ല. അവരിന്നും തെറ്റായ പല പഠിപ്പീരുകളിലുമാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിക്കേണ്ടിയിരുന്ന ഏറ്റവും സീരിയസ് ആയൊരു വാക്യം വിട്ടുപോയി. കഴിഞ്ഞ ആഴ്ചത്തെ ആ തിരക്ക് നിമിത്തം അത് വായിക്കാൻ പറ്റിയില്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൽ 46-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ നവീനെ. അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 46-ാമത്തെ വാക്യം. ആ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ ഇന്ന് ചിന്തിക്കാനിരിക്കുന്ന കാര്യത്തിലേക്ക് പതിയെ കടന്നു വരാം. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നോക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും. ഈ വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചില്ല. ശരിക്കും കഴിഞ്ഞ ആഴ്ച പറയേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭാവമൊക്കെ നമുക്ക് വിട്ടുകളയാമായിരുന്നു. എന്തുകൊണ്ട് ഈ വാക്യം വായിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്ക് വന്ന കമൻസിൽ ഏറിയ പങ്കും
അതിൽ ചിലത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചില കമൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ്, അതിൻ്റെ ഉത്തരം ഈ വാക്യത്തിലൂടെ നമുക്ക് വിശദമാക്കാൻ കഴിയുന്ന കാര്യമാണ്. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് അപ്പോസ്തലന്മാർ യെരുശലേം ദേവാലയത്തിൽ കടന്നുപോയി അവിടെ ശുശ്രൂഷകൾക്ക്, അവിടുത്തെ ശുശ്രൂഷകളിൽ നിന്നും പങ്കാളിത്തം വഹിച്ചില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു. അതിനുള്ള മറുപടി അവർ പറയുന്നത്, നിങ്ങൾ വിഗ്രഹത്തെക്കുറിച്ചൊക്കെ പറയുന്നവരാണല്ലോ, അപ്പോൾ വിഗ്രഹമുള്ള യെരുശലേം ദേവാലയത്തിൽ അപ്പോസ്തലന്മാർ കടന്നുപോയി, അതായത് അവിടെ പെട്ടകമുണ്ട്, പിന്നെ മറ്റ് പല കാര്യങ്ങളും അതിനകത്ത് ഇരിപ്പുണ്ടല്ലോ, അതെല്ലാം വിഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ ആ വിഗ്രഹമുള്ള ദൈവാലയത്തിലേക്ക് അപ്പോസ്തലന്മാർ കടന്നുപോയി, പിന്നെ നിങ്ങൾക്ക് എന്താണ് വിഗ്രഹത്തോട് ഇത്ര വിരോധമെന്നാണ് ചോദ്യം. അടുത്തൊരു ചോദ്യം, യേശുവിന് ശേഷം വിഗ്രഹമുള്ള യെരുശലേം ദേവാലയത്തിൽ അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുവാൻ പോകുമായിരുന്നില്ലേ? അപ്പോൾ അപ്പോസ്തോലിക പാരമ്പര്യം പെന്തിക്കോസ്തുകാർക്കുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകേണ്ടതല്ലേ? നിങ്ങൾക്ക് അങ്ങനത്തെ ദൈവാലയം ഉണ്ടോ? ഒന്നുകൂടെ വായിക്കാം. യേശുക്രിസ്തുവിന് ശേഷം വിഗ്രഹം നിറഞ്ഞിരിക്കുന്ന യെരുശലേം ദേവാലയത്തിനകത്ത് അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നല്ലോ. അപ്പോസ്തോലിക പാരമ്പര്യം അവകാശപ്പെടുന്ന പെന്തിക്കോസ്തുകാർ ഇങ്ങനെയുള്ള ആലയങ്ങളിൽ പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ട് പോകുന്നില്ല? അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ച പോലെ നിങ്ങൾ പോകുന്നില്ല? അതാണ് ചോദ്യം. അതിനുള്ള ലളിതമായ മറുപടി ഞാൻ പറയാം. യെരുശലേം ദേവാലയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു അരക്കൈ നോക്കാമായിരുന്നു. അത് ഇടിഞ്ഞു പോയില്ലേ സഹോദര? ഇനി എങ്ങനെ യെരുശലേം ദേവാലയത്തിൽ പോവും? അതുപോലൊരു നിർമ്മിതി ഉലകത്തിലെങ്ങുമില്ല. പുതുപ്പള്ളിയിലുമില്ല, എടപ്പള്ളിയിലുമില്ല, പിന്നെ കടമറ്റത്തുമില്ല, ഒരു സ്ഥലത്തും അതുപോലത്തെ ഒരു നിർമ്മിതി നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ സ്ട്രക്ചറിനൊരു രീതിയുണ്ടല്ലോ, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് അതിന്. പിന്നെ അതിൻ്റെ പ്രാകാരത്തിൽ താമ്രക്കടലിരിപ്പുണ്ട്, അവിടെ ബലിപീഠം ഇരിപ്പുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമുള്ള ഒരു ദൈവാലയവും ഇന്ന് ഭൂപരപ്പിലില്ല, ഭൂപരപ്പിലെങ്ങുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോസ്തോലിക പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ഏതെങ്കിലും പെന്തിക്കോസ്തുകാരന് പോകാനായിട്ട് ആഗ്രഹം വന്നാൽ വേണേൽ പോകാമായിരുന്നു. പക്ഷെ ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെ പോകും നമ്മൾ? അപ്പോൾ അത് പ്രായോഗികമല്ല. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിക്കാൻ പോയോ ഇല്ലയോ എന്നുള്ളതൊക്കെ വിശദമാക്കിയതാണ്, അതുകൊണ്ട് അധികം വിശദമാക്കുന്നില്ല. പിന്നീട് നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, യെരുശലേം ദേവാലയത്തിൽ ദൈവ സാന്നിധ്യം ഇല്ല. തറപ്പിച്ചാണ് പറയുന്നത്. മാർപ്പാപ്പ വന്നാലും പുള്ളിയോട് പറയും, യെരുശലേം ദേവാലയത്തിൽ ദൈവ സാന്നിധ്യം ഇല്ല, ദൈവ സാന്നിധ്യം അസ്തമിച്ചു, തിരശീല ചിന്തി, അതുപോലെ തന്നെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ലേവ്യ പൗരോഹിത്യം അവിടെ അവസാനിച്ചു, അത്യുന്നതനായ ദൈവം മനുഷ്യനിർമ്മിതമായ കെട്ടിടത്തിൽ വാസം ചെയ്യുന്ന ആ കാര്യപരിപാടി അവിടെ അവസാനിക്കുകയാണ്. പകരം തൻ്റെ കൈകൊണ്ട് താൻ സൃഷ്ടിച്ച തൻ്റെ മനുഷ്യൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്ന ദൈവത്തിൻ്റെ ഡ്രീം പ്രൊജക്റ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സഭയാണ്, അല്ലാതെ യഹൂദനോ യെരുശലേം ദേവാലയമൊന്നും അല്ല. അതെല്ലാം നിഴലുകൾ മാത്രമാണെന്ന് ആഗമാനക്കാരെല്ലാം പഠിച്ചോണം. യെരുശലേം ദേവാലയം, അവിടുത്തെ ശുശ്രൂഷകളെല്ലാം കേവലം നിഴലുകൾ മാത്രമാണ്. പൊരുളെന്ന് പറയുന്ന മാളിക മുറിക്ക് ശേഷമാണ് പുതിയ നിയമസഭ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത്, ദൈവ സാന്നിധ്യം ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞ ദൈവാലയത്തിൽ നിന്ന് യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇത് ക്രൂശീകരണത്തിന് ശേഷം തിരശീല ചിന്തിയതോടുകൂടി യഹൂദന് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ആലയത്തിൽ സകല ജാതികൾക്കും പ്രവേശനം ലഭിച്ചു. കൊള്ളാം, തരക്കേടില്ല, കണ്ടുപിടുത്തം ഭയങ്കരമാണ്. ഇത് പറയുന്ന ചില്ലറ ആളുകളല്ല കേട്ടോ, ചില്ലറ ആളുകളല്ല, വലിയ വലിയ ആളുകളായി പറയുന്നത്. അതായത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം തിരശീല ചിന്തിപ്പോയി, പിന്നീട് സകല ജാതികളെയും യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിച്ചെന്ന്. എൻ്റെ കർത്താവ്, എന്താ ഇതൊക്കെ? എങ്ങനെ നമ്മൾ മറുപടി കൊടുക്കും? ഈ മനുഷ്യരോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ചില്ലറ, എന്താ പറയുക, ചില്ലറ ആരോഗ്യമൊന്നും പോരാ ഇവരോട് സംസാരിക്കാൻ. അത്ര ഭയങ്കരമാണ്. മണ്ടത്തരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വേദവസം നേരെ ചൊവ്വന് വായിക്കില്ല. നേരെ ചൊവ്വന് വേദവസം വായിച്ചിട്ടല്ലേ ഈ കമൻറ്റുമായിട്ട് വരുന്നത്. പിന്നെ യഹൂദ പാരമ്പര്യത്തിൽ നിൽക്കുന്ന അപ്പോസ്തലന്മാർ യേശുവിന് ശേഷം യഹൂദ പാരമ്പര്യങ്ങൾ പാലിച്ചിരുന്നു. അതിൻ്റെ തെളിവാണ് 3-ാം അധ്യായത്തിൽ അവർ ആലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയത്. സൗഖ്യമായ മുടന്തനുമായി ദൈവ സാന്നിധ്യമുള്ള ആലയത്തിലേക്ക് കടന്നെന്ന്. എങ്ങനെയുണ്ട് ഈ ആളുകളുടെ അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ?
ഇത് നമ്മളുടെ ഈ പെന്തക്കോസ്തുകാരുടെ ഇടയിലും ബഹുഭൂരിപക്ഷത്തിനും ഇതിൻ്റെ ഒന്നും ആഴങ്ങൾ അറിയില്ല, പല കാര്യത്തിൻ്റെ ആഴങ്ങൾ അറിയില്ല, ഗൗരവങ്ങൾ അറിയില്ല. ഇങ്ങനെ അങ്ങ് പോകുന്നു. ഈ കാര്യങ്ങളെയൊക്കെ അറിയണമെങ്കിൽ സമാഗമന കൂടാരം എന്താണെന്ന് പഠിക്കണം, യെരുശലേം ദേവാലയം എന്താണെന്ന് പഠിക്കണം, ശുശ്രൂഷ ക്രമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം, യെരുശലേമിൻ്റെ ചുറ്റുമതിൽ എന്താണെന്ന് മനസ്സിലാക്കണം. യെരുശലേം ദേവാലയത്തിന് ചുറ്റും ഒരു ബഫർ സോണുണ്ട്. ആ വലിയ ബഫർ സോണിനകത്ത് അവിടെയാണ് ഈ കാളകളെയും ആടുകളെയൊക്കെ വിൽക്കുന്നത്, അവിടെയാണ് പൊൻവാണിഭക്കാരിരിക്കുന്നത്. അല്ലാതെ ദൈവാലയത്തിനകത്തല്ല. അതിൻ്റെ ചുറ്റുമുള്ള ചുറ്റുമതിൽ പറഞ്ഞല്ലോ, അതിന് പല ഗോപുരങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗത്ത് ഒരു ഏരിയയിലിരിക്കുകയാണ് ഒരു മുടന്തൻ. ആ മുടന്തനെ പത്രോസ് കടന്നു ചെല്ലുമ്പോൾ സൗഖ്യമാക്കുന്നു. അങ്ങനെ അവനുമായിട്ട് അവർ അകത്തേക്ക് കടക്കുന്നു. അകത്തേക്കെന്ന് വെച്ചാൽ പ്രാകാരത്തിൽ കിടക്കാം, പ്രാകാരം വരെ പോകാം. ഈ മുടന്തന് പ്രാകാരത്തിലേക്കൊന്നും കടന്നു പോകാൻ പറ്റില്ല. അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. ഇപ്പം ഇത്രയും ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ, ബാക്കിയുണ്ടോ 1-2 കാര്യമുണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. ഇത്രയും കമൻസ് ഓരോരുത്തർ രേഖപ്പെടുത്തിയതിൽ നിന്ന് അവരുടെ ചിന്തകളാണ് അവർ റൈസ് ചെയ്യുന്നത്. നമ്മളതിനെ ബഹുമാനപൂർവ്വം തന്നെയാണ് കാണുന്നത്. എല്ലാവർക്കും അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുവാനുള്ള അവകാശമുണ്ട്. കളിയാക്കുന്നൊന്നുമല്ല ഒരിക്കലും. നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തികച്ചും പ്രതിപക്ഷ ബഹുമാനത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളെയും കാണുന്നതും കാര്യങ്ങളെ പങ്കുവയ്ക്കുന്നതും. നമ്മുടെ കണ്ണ് തുറന്നു എന്നോർത്ത് നമുക്ക് അഹങ്കാരമൊന്നുമില്ല. നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ കണ്ണ് തുറക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വരും, എങ്കിലും പറയുകയാണ്. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെയൊക്കെ നല്ല ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 2:46 നമ്മൾ വായിച്ചത്, അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ആ വാക്യത്തിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാരും മറ്റ് പ്രിയപ്പെട്ടവരും ഒരുമനപ്പെട്ട് ഐക്യതയോടെ ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും. അവിടെയൊക്കെ സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ വചനത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും. എന്തുകൊണ്ട് ദൈവാലയത്തിൽ അപ്പം നുറുക്കിയില്ല? അപ്പം നുറുക്കാൻ വീട്ടിലേക്ക് പോകണമായിരുന്നോ? അന്നാസിനെയും കയ്യഫാവിനെയും എല്ലാം കൂടിയിരുത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവ് ഈശോ മിശിഹ ക്രൂശിക്കപ്പെട്ടു, മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പുതിയൊരു പൗരോഹിത്യ ക്രമം ആരംഭിക്കുകയാണ്. മിസ്റ്റർ ഹനാസ്, താങ്കൾ അതൊക്കെ തിരിച്ചറിയണം, നമുക്കിവിടെ അപ്പം നുറുക്കാം എന്ന് പുള്ളിയോട് പറയണ്ടേ? അതെന്താ അവിടെ അപ്പം നുറുക്കാഞ്ഞത്? അപ്പം നുറുക്കാൻ വീട്ടിലേക്ക് പോയോ? ഇത് രണ്ട് ഇൻസിഡൻ്റാണ്. ഈ വാക്യത്തിൽ തന്നെ 2 പ്രധാന കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, അപ്പോസ്തലന്മാർ ഐക്യതയോടെ ഒരുമനപ്പെട്ട് ഈ യെരുശലേം ദേവാലയത്തിൻ്റെ അകത്ത് പോയി എന്നല്ല, ആ കോമ്പൗണ്ടിൽ വന്നെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ കോമ്പൗണ്ടിൽ ദൈവാലയത്തിനകത്ത് പോകാൻ കഴിയുന്ന പുരോഹിതന്മാർക്കാണ്. യെരുശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല ചിന്തി എന്ന് കരുതി അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരുണ്ടല്ലോ ആ കാലത്തും, അവരാരെങ്കിലും പത്രോസിനെയും യോഹന്നാനെയും അതിനകത്തേക്ക് കയറ്റി വിടുവോ? തിരശ്ശീല ചിന്തിപ്പോയി കേട്ടോ, ഇനി അമാന്തിച്ച് നിൽക്കണ്ട, എല്ലാവരും ഓടിവാ, എല്ലാവരെയും വിളിച്ചോ, നമുക്കിതിനകത്ത് അപ്പം നുറുക്കിയേക്കാം എന്ന് മഹാപുരോഹിതൻ പറയോ? അല്ലെ പുരോഹിതന്മാർ പറയോ? കീറിയ തിരശ്ശീല അവർ കൂട്ടിത്തുന്നി പിറ്റേ ദിവസം അവരുടെ പ്രോഗ്രാം ആരംഭിച്ചു. സാധാരണഗതിയിൽ നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ യെരുശലേം ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ അപ്പോസ്തലന്മാരും കൂട്ടുവിശ്വാസികളും അവിടെ കടന്നു വരുന്നത്. അവർ ഐക്യമത്യപ്പെട്ട് ഒരുമനപ്പെട്ട് എന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തിനായിരിക്കും? അവർ അവിടെ ഐക്യമത്യപ്പെട്ട് ഐക്യതയോടെ നിന്നത് യേശുക്രിസ്തുവിൻ്റെ നാമം ഘോഷിക്കുവാൻ വേണ്ടിയാണ്. അതിൻ്റെ തെരുവുകളിൽ അതിൻ്റെ ചുറ്റുപാടും അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തി ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിച്ചു. നമ്മുടെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത വാഗ്ദത്തത്തിൻ്റെ മെശിഹ നസറായനായ യേശുക്രിസ്തുവാണെന്ന് തെരുവുകളിൽ പ്രസംഗിച്ചു. അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഈ മതിലിനകത്ത് കയറി ഈ പറഞ്ഞ ജനമെല്ലാം ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ അവർ പ്രസംഗിച്ചു. അതിനാണ് അവർ ഒരുമനപ്പെട്ട ഐക്യതയോടെ അവിടെ ഒത്തുകൂടിയത്. അതേസമയം അവർ സഭായോഗം കൂടിയത് വീടുകളിലാണ്. സഭായോഗം കേൾക്കണം, സഭ, ക്രിസ്തുവിൻ്റെ സഭ ആരംഭിച്ചു. ആരംഭം കുറിച്ചത് മർക്കോസിൻ്റെ പഴയ കെട്ടിടത്തിലാണ്, ആ മാളികയിലാണ് ആരംഭിച്ചത്. അതിനുശേഷം ഓരോരുത്തരുടെ വീടുകളിലാണ് കൂടിയത്. ജനം ധാരാളം കടന്നു വന്നു. അങ്ങനെ വന്നവരെ എല്ലാം ഉൾക്കൊള്ളാൻ പാകത്തിന് ഒരു പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ ഒരു കത്തീഡ്രൽ, ഒരു ബസിലിക്ക അതൊന്നുമില്ല. പകരം ഓരോരുത്തരുടെ വീടുകളിലാണ് അവർ കൂടുന്നത്.
ആ വീടുകളിൽ അവർ അപ്പം നുറുക്കി എന്ന് പറയുമ്പോൾ തിരുമേശ, ഹോളി കമ്മ്യൂണിയൻ, കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളുടെ സ്മരണ ഇരമ്പുന്ന ആ ശുശ്രൂഷ, അതായത് അപ്പം നുറുക്കി അവർ ഒരുമിച്ച് അതിൽ പങ്കാളിത്തം വഹിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം എന്താ കാണുന്നത്? ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും. അത് സ്നേഹവിരുന്നെന്ന് പറയും. ദൈവമക്കൾ ഒരുമിച്ച് കൂടി അവരുടെ വീടുകളിൽ നിന്ന് പാകം ചെയ്ത് കൊണ്ടുവന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോമൺ കിച്ചണിൽ ഉണ്ടാക്കിയതായിരിക്കാം, എങ്ങനെയാകട്ടെ അത് അവരുടെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞിട്ട്, ആരാധനയും പ്രാർത്ഥനയും വചനധ്യാനവും എല്ലാം കഴിഞ്ഞിട്ട് സമയം ചിലപ്പോൾ വൈകിക്കാണും. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം അവർ ഒരുമിച്ച് കഴിക്കുകയും ചെയ്തു. 3 കാര്യം ഈ വാക്യത്തിലൂടെ നമ്മൾ കണ്ടത്. ഒന്നവർ ഒരുമനപ്പെട്ട യെരൂശലേം ദേവാലയത്തിൽ കൂടി വന്നു. അതിൻ്റെ കാരണം ബലിയർപ്പിക്കാനാണോ? മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ബലിയർപ്പിക്കുമെന്നാണ് ഒരു വലിയ പണ്ഡിതൻ എന്നോട് പറഞ്ഞത്. മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പുതിയ പൗരോഹിത്യം വന്നെന്ന്. പുതിയ പൗരോഹിത്യമായിട്ട് അങ്ങ് ചെന്നാൽ മതി, കാല് തെല്ലി ഒടിച്ചു വിടും അന്നാസും കയ്യഫാവും. ആ പുതിയ പൗരോഹിത്യം പ്രാക്ടീസ് ചെയ്ത് എവിടെയാ? മർക്കോസിൻ്റെ മാളികയിലാണ്. കൂടിയിരുന്ന 120 പേരും. അവിടെ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയൊക്കെയുണ്ട്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ജനം. ആ ജനം എല്ലാം പുതിയ നിയമത്തിൻ്റെ പൗരോഹിത്യം വഹിക്കുന്നവരാണ്, പുരോഹിതന്മാരാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ എല്ലാവരും പുരോഹിതന്മാരെന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടു. അവരെല്ലാവരും ദൈവത്തിൻ്റെ മന്ദിരമായി. ആ മന്ദിരത്തിലെ പുരോഹിതന്മാർ അവർ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. പുതിയ നിയമത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടു. അതേസമയം പഴയ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, ആദ്യ ഉടമ്പടിയുടെ ആരാധനയ്ക്ക് വിശേഷപ്പെട്ട ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ടായിരുന്നു. ആദ്യ ഉടമ്പടിയിലെ ആരാധന സമാഗമന കൂടാരം മുതൽ പിന്നീട് അതങ്ങ് യെരൂശലേം ദേവാലയത്തിലേക്കൊക്കെ വന്ന ആ ശുശ്രൂഷാക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ദൈവാലയം ഉണ്ടായിരുന്നു. അതിന് പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഒന്നൊന്നായി വിവരിപ്പാൻ കഴിയില്ലെന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്, അവിടുത്തെ ശുശ്രൂഷയുടെ രീതികളൊക്കെ. എന്നാൽ ആ ശുശ്രൂഷാക്രമങ്ങളൊക്കെ മാറിക്കൊണ്ട് പുതിയ നിയമസഭ ആരംഭിക്കുകയാണ്. ആരാധനയുടെ ഇടം തന്നെ മാറുകയാണ്. യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ആരാധന മാറുകയാണ്. ആരാധനയുടെ ഇടത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് റോമാലേഖനം 1:10 എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷിയെന്ന്. അതായത് ആരാധന മനുഷ്യനിർമ്മിതമായ കെട്ടിടത്തിൽ നിന്ന് മാറി മനുഷ്യൻ്റെ ഉള്ളിലേക്ക്, ദൈവം തെരഞ്ഞെടുത്ത തൻ്റെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ ആത്മാവിൽ ദൈവം വസിക്കുന്ന ഒരു കാലം വന്നു. ആത്മാവായ ദൈവം അവിടെ വസിച്ചുകൊണ്ട് അവനിലൂടെ ആത്മാവിലുള്ള ആരാധന പുറപ്പെടുന്ന ഒരു സമയം വരികയാണ്. അതാണ് പുതിയ നിയമത്തിലെ ആരാധനാ രീതി. പഴയ നിയമത്തിലെ ആരാധനയ്ക്ക് യെരൂശലേം ദേവാലയത്തിൽ പോകണം. അതിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ധൂപം അർപ്പിച്ചുകൊണ്ടാണ് ആരാധന അർപ്പിക്കുക എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ആണ് ദൈവത്തിൻ്റെ മന്ദിരം. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവായ ദൈവം വസിച്ചുകൊണ്ട് ശുശ്രൂഷാക്രമങ്ങൾ ആരംഭിക്കുകയാണ്. അതാണ് മാളികമുറി മുതൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. അത് യെരൂശലേം ദേവാലയത്തിൽ പോയി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ആത്മാവിൽ ആരാധിക്കാൻ എങ്ങനെ യെരൂശലേം ദേവാലയത്തിൽ പോകുന്നത്? കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ? ആരാധന ആ മലയിലുമല്ല ഈ മലയിലുമല്ല. ഇന്ന് ഓരോ മലയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തർ. യേശുക്രിസ്തു ശമരിയക്കാരോട് പറഞ്ഞതെന്താ? നിങ്ങൾ പറയുന്ന ആ മലയിലുമല്ല, ഇവർ പറയുന്ന യഹൂദന്മാർ പറയുന്ന ഈ മലയിലുമല്ല. സത്യാരാധന വെളിപ്പെടാൻ പോവുകയാണ്. പിതാവ് ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ പോകുന്ന സമയം സമാഗതമായിരിക്കുന്നു. അതിനുള്ള സമയം ഇതാ വന്നിരിക്കുകയാണ്. മാളികമുറിയിൽ ആരംഭിക്കുകയാണ് ആത്മാവിലുള്ള ആരാധന. ആ ആരാധന ആരംഭിച്ചിട്ട് പിന്നീട് അത് തുടരുകയാണ്. വലിയൊരു ചോദ്യം ഒരിക്കൽ ഞാൻ ചോദിച്ചു ഒരു പ്രമുഖനായ ആളോട്. ഇപ്പോൾ ഈ മർക്കസിൻ്റെ മാളികയിൽ ആൾത്താര എവിടെയായിരുന്നു, സക്രാരി എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. നേരത്തെ എല്ലാം തയ്യാറാക്കിയായിരുന്നെന്ന്. മോശ ഫറവോനോട് ഞങ്ങൾ ആരാധിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ ചെയ്യാമല്ലോ എന്ന് ഫറവോൻ അഭിപ്രായം പറഞ്ഞപ്പോൾ മോശ പറഞ്ഞത്, ഞങ്ങൾ ഏതിനാൽ ആരാധിക്കും എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഇറങ്ങി തിരിച്ച് കഴിയുമ്പോൾ മരുഭൂമിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആടുമാടുകളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ കഴിയില്ല, സ്ത്രീകളെയും കുട്ടികളെയും ഇവിടെ നിർത്തിയിട്ട് പോകാൻ കഴിയില്ല, ഞങ്ങളെല്ലാമായിട്ട് പോകട്ടെ, ആരാധനയുടെ ക്രമം ഞങ്ങൾക്ക് അറിയില്ല, അവിടെ ചെല്ലുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ പത്രോസിനോട് നേരത്തെ പറഞ്ഞോ,
ചക്രാരിയൊക്കെ റെഡിയാക്കി വെച്ചോ, ഓസ്തിയൊക്കെ ഉണ്ടാക്കി വെച്ചോ, നമുക്ക് ശരിയാക്കിയേക്കാം എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അതിനൊന്നും വചനമില്ല. ഊഹാഭോഗങ്ങളാണ്. ഊഹാഭോഗങ്ങളെയാണ് പാരമ്പര്യം എന്ന് പറഞ്ഞ് താലോലിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം അനുഭവിക്കാൻ പോകുന്നത് ഭയാനകമായ ന്യായവിധിയായിരിക്കും. അപ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താ സഹോദരങ്ങളെ? യെരുശലേം ദേവാലയത്തിൽ അവർ പോയത് യാഗം അർപ്പിക്കാനല്ല. ഇനി യാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ഡിനേ ചെയ്യുക എന്നാണ് വരുന്നത്. ആ ക്രൂശ് മരണത്തിന് സാധുതയില്ലാതെ പോകും. അപ്പോൾ അതിന് ഈ സഹോദരങ്ങൾ പറയുന്നത് മൃഗബലി നിന്നുപോയി, അത് സമ്മതിച്ചു, മൃഗബലിയില്ല, ഇനി മൃഗബലിയല്ല, ഇനി കുർബാന ആരംഭിക്കുകയാണ്. അതെങ്ങനെ യെരുശലേം ദേവാലയത്തിൽ നടത്തും മിസ്റ്റർ? അതെങ്ങനെ യെരുശലേം ദേവാലയത്തിൽ നടത്തും? യഹൂദന്മാർ സമ്മതിക്കുമോ? യഹൂദന്മാർ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടുണ്ടോ? മഹാപുരോഹിതന്മാരും സൻഹദ്രീൻ സംഘവും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം അംഗീകരിച്ച് ഓക്കെ നമുക്കെല്ലാം ക്രിസ്ത്യാനികളായേക്കാം എന്ന് അവർ എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ഗമാലിയൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്നു മുതൽ ക്രിസ്ത്യാനിയാണെന്ന്? ആരും പറഞ്ഞിട്ടില്ലല്ലോ. അവർ ഈ സംവിധാനത്തെ അംഗീകരിക്കുന്നില്ല. ക്രൈസ്തവ വിശ്വാസത്തെയും ഈ ആരംഭം കുറിക്കപ്പെട്ടിരിക്കുന്ന ഈ കാര്യത്തെയും അവർ അംഗീകരിക്കുന്നില്ല, ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇതെല്ലാം ദൈവദൂഷണമാണ്. ഏതോ ഒരാൾ പറഞ്ഞതിൻ്റെ പുറകെ കിടന്ന് തുള്ളുന്നതാണിതെന്നാണ് അവരുടെ സങ്കല്പം. അവരങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ യെരുശലേം ദേവാലയത്തിൽ കടന്നുപോയി ഒരു യാഗം അർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ലോകമണ്ടത്തരമല്ലേ? ലോകമണ്ടത്തരമല്ലേ? ഇനി ആ ഇടയ്ക്ക് പറഞ്ഞതിൽ ഒരു കാര്യം പറയാം. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ തിരശ്ശീല ചിന്തിയതിന് ശേഷം ജാതികൾക്കൊക്കെ കടന്നു വരാൻ കഴിഞ്ഞു. കുർബാന ആരംഭിച്ചല്ലോ, ജാതികളൊക്കെ കടന്നു വന്നെന്നാണ് ഈ ആളുകൾ പറയുന്നത്. അങ്ങനെ അവിടെ കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 3-ാം മിഷൻ യാത്രയൊക്കെ തീർന്ന് പൗലോസ് യെരുശലേമിൽ വരുന്നു. ഏകദേശം AD 59 പരിസരമാണത്. ആ സമയത്ത് താൻ യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. ആ 7 ദിവസം തീരാറായപ്പോൾ ആസിയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദൈവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെയൊക്കെ ഇളക്കി അവനെ പിടിച്ചു. അതായത് പൗലോസ് യെരുശലേം ദേവാലയത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് യഹൂദന്മാരെല്ലാം നോക്കണം. ഇപ്പോൾ സമയം എത്രയാ? ഏകദേശം AD 59. ക്രിസ്തീയ സഭ ആരംഭിച്ചതെന്ന ഏകദേശം AD 30 എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 29 വർഷം കഴിഞ്ഞിരിക്കുന്നു. 29 വർഷം മുന്നമേ എന്താ പറഞ്ഞത്? എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം, അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ, തിരശ്ശീല ചിന്തിയതിന് ശേഷം ജാതികൾക്കെല്ലാം പ്രവേശനം ലഭിച്ചു. മിൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള കുർബാന ആരംഭിക്കുകയാണ്. വന്നവർക്കെല്ലാം ഓസ്തി കൊടുത്തു. അങ്ങനെയാണ് ആ കൂട്ടർ പറയുന്നത്. മറ്റേ കൂട്ടർ പറയുമ്പോൾ കുർബാന കൊടുത്തു എന്ന് പറയും. അങ്ങനെയൊക്കെ പറയും. നമ്മളിവിടെ കാണുന്നത് എന്താ? താഴേക്ക് വായിക്കാം. താഴേക്ക് വായിക്കുമ്പോൾ കാണുന്നത് പുരുഷാരത്തെയൊക്കെ ഇളക്കി അവനെ പിടിച്ചു, പൗലോസിനെ പിടിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പിൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന ഈ വിശുദ്ധ സ്ഥലം തീണ്ടിക്കളഞ്ഞു, മീൻസ് അശുദ്ധമാക്കി കളഞ്ഞു എന്ന് വിളിച്ചു കൂവി. അതിൻ്റെ കാരണം അവർ മുമ്പേ എഫേസ്യനായ ത്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് എന്ന് ഇവർ നിരൂപിച്ചു. നഗരമെല്ലാം ഇളകി. മൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരം നഗരമെല്ലാം ഇളകിയെന്ന് ഇത് വായിച്ചിട്ടല്ലോ മനസ്സിലായോ? എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം യെരുശലേം ദേവാലയം മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. സകലർക്കും വേണ്ടി കടന്നു വരുവിൻ, കുർബാന അർപ്പിച്ചിട്ട് പൊക്കോ എല്ലാവരും. ഇന്ന് രാവിലെ ഫ്രാങ്കോയ്ക്ക് അർപ്പിക്കാം, ഇന്ന് രാവിലെ വേണമെങ്കിൽ ഫ്രാങ്കോയ്ക്ക് അർപ്പിക്കാം, നാളെ വേറൊരാൾക്ക് അർപ്പിക്കാം, ആർക്ക് വേണേലും അർപ്പിക്കാം. തുറന്നു കിടക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ വായിച്ചപ്പോൾ എന്താ മനസ്സിലായത്? കൊല്ലം 29 കഴിഞ്ഞു സഭ ആരംഭിച്ചിട്ട്. ഇപ്പോഴും യഹൂദന്മാരുടെ മനോഭാവം എന്താ? പൗലോസിൻ്റെ കൂടെ ഒരു വിജാതിയൻ യവനൻ യെരുശലേം പട്ടണത്തിലൂടെ നടക്കുന്നത് അവർ കണ്ടിരുന്നു. കുറച്ച് മുമ്പ് പൗലോസും ത്രോഫിമോസും കൂടെ യെരുശലേമിലൂടെ നടന്നു പോകുന്നു ഇവർ കണ്ടു. അത് കഴിഞ്ഞിട്ട് പൗലോസ് യെരുശലേം ദേവാലയത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. അപ്പോൾ അവർ ഉറപ്പിച്ചു, ഇവൻ ആ ത്രോഫിമോസിനെയും കൂടെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ചാണകവെള്ളം തളിക്കുമല്ലോ, അതുപോലെ ഇവരെന്തെങ്കിലും തളിച്ചോ എന്ന് നമുക്കറിയില്ല. ഈ സ്ഥലം അശുദ്ധമാക്കി കളഞ്ഞെന്നാണ് പറയുന്നത്, തീണ്ടിക്കളഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ പറയുന്നേ? അപ്പോൾ ഈ പറയുന്ന വാദഗതികളൊക്കെ നിലനിൽക്കുമോ? അപ്പോൾ ഇവർ പറയുന്ന ഈ വാദഗതികൾ വല്ലതും നിലനിൽക്കുമോ സഹോദരങ്ങളെ? മണ്ടത്തരങ്ങളല്ലേ ഈ പറഞ്ഞു കൂട്ടുന്നത്? ഇതൊന്നും ദൈവവചനത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ പറയുന്നതൊക്കെ.
അല്ലേ? തിരശീല ചിന്തി എന്ന് പറഞ്ഞാൽ ലേവിയ പൗരോഹിത്യം നിന്നുപോയി, അതായത് മൃഗബലി നിന്നുപോയി. പിന്നീട് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പുതിയ ബലികൾ ആരംഭിച്ചു. അവിടുന്ന് ലോകം മുഴുവൻ അത് വ്യാപിച്ചു. യെരുശലേം ദേവാലയത്തിൽ നിന്ന് കുർബാന ആരംഭിച്ചിട്ട് അത് ലോകം മുഴുവൻ വ്യാപിച്ചെന്ന്. ഇപ്പോൾ ഈ വായിച്ചത് അങ്ങനെയാണോ? ലോകം മുഴുവനും കുർബാന അർപ്പിക്കാൻ പാകത്തിനുള്ള സഹായം ചെയ്തു കൊടുക്കലായിരുന്നു യഹൂദന്മാരുടെ പരിപാടി. ഒന്നും ഒരു പശ്ചാത്തലം അറിയാതെയാണ് ജനം സംസാരിക്കുന്നത്. യഹൂദന്മാരാരാണ്, അവരുടെ ക്യാരക്ടർ എന്താണ്, അവിടുത്തെ ആലയം എന്താണ്, ആലയത്തിലെ ശുശ്രൂഷ എന്താണ്, ആ കാര്യങ്ങൾ എവിടം മുതൽ എവിടം വരെ ആയിരുന്നു, പുതിയ നിയമ സഭയെ സംബന്ധിച്ച് അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ തനിമ എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാനായിട്ട് പരിശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ടവൻ്റെ കണ്ണ് തുറക്കുമെങ്കിൽ സ്വർഗ്ഗം സന്തോഷിക്കും. ഇങ്ങനത്തെ ബന്ധനങ്ങളിൽ കിടക്കുന്ന, കെട്ടുപാടുകളിൽ കിടക്കുന്ന ജനം സത്യമറിഞ്ഞ് ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന് ഒരുവനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ആ ഒരു മഹത്തരമായ അനുഭവത്തിലേക്ക് എത്തിപ്പെടുക, ആർക്കെങ്കിലും സത്യാന്വേഷികൾക്ക് അതിനൊരു ഭാഗ്യം ലഭിക്കട്ടെ എന്നോർത്താണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്നുള്ള അവകാശവാദമല്ല, ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പാകത്തിന് പറഞ്ഞു. ചിന്തിക്കുന്നവർ അവരുടെ ചിന്താമണ്ഡലം ഉണർന്ന് കൂടുതൽ കാര്യങ്ങളെ ചിന്തിക്കാമല്ലോ. അതിനൊരു സഹായഹസ്തം മാത്രമാണ് നമ്മളിപ്പോൾ നീട്ടിയത്. സഹായഹസ്തം. നമ്മൾ കഴിഞ്ഞ ദീർഘനാളുകളായി സമാഗമന കൂടാരം, യെരുശലേം ദേവാലയം എന്നൊക്കെയുള്ള വിഷയങ്ങൾ പഠിക്കുന്ന ആളുകളാണ്. നമ്മളോട് മറുപടി പറയാൻ വരുന്നവർ മതിയായ തയ്യാറെടുപ്പോടു കൂടിയാണ് വരേണ്ടത്. യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ വന്ന് മറുപടികൾ പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ തിരിച്ചും മറുപടി പറയും. ആ മറുപടികൾ അവർക്ക് താങ്ങാൻ കഴിയുന്ന മറുപടികളല്ല. അവർ പറഞ്ഞത് മണ്ടത്തരങ്ങളാണ്. ഇതിനോടനുബന്ധിച്ച് വേറെയും കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മെസ്സേജിന് മറുപടികൾ വന്നിരുന്നു. അതായത് ഈ മെസ്സേജ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു പോയപ്പോൾ ക്രിസ്തു ഒരു ബലിയായി തീർന്നു, ഇനിയൊരു കുർബാനയില്ല, ക്രിസ്തു ഒരു കുർബാനയായി, അങ്ങനെയല്ലല്ലോ, ക്രിസ്തു ഒരു കുർബാനയായി തീർന്നു, ഇനിയൊരു കുർബാനയുടെ ആവശ്യമില്ല, ഇനി കർത്താവിൻ്റെ ബലിമരണത്തിൻ്റെ സ്മരണ അതിനെ കുറിക്കുന്ന അപ്പനുറുക്കലും പാനപാത്രത്തിൽ നിന്നുള്ള പങ്കാളിത്തവും ആ കാര്യങ്ങളാണ് ഇനിയുള്ളൂ, അതൊരു ബലിയല്ല എന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. അപ്പോൾ അവിടെ വന്ന കമൻസ് അത് 100-ലധികം കമൻസാണ്. അതൊന്നും ചിന്തിക്കാനും കൂടെ കഴിയില്ല, അതിന് മാത്രം കമൻസാണ് വന്നത്. അപ്പോൾ അവിടെയെല്ലാം ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പോസ്തലന്മാർ ബലിയർപ്പിക്കാനായിട്ട് യെരുശലേം ദേവാലയത്തിൽ പോയി അത് തലമുറയായിട്ട് ചെയ്യണമെന്നൊക്കെയുള്ള വാക്യങ്ങളുണ്ടല്ലോ. തലമുറയായിട്ട് ചെയ്യണമെന്നുള്ള വാക്യങ്ങളുണ്ട്. അതായത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ധൂപം അർപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ. പുറപ്പാട് പുസ്തകത്തിൽ ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിലുണ്ടല്ലോ, അത് വിളക്ക് നിത്യം തുടയ്ക്കണം. പിന്നീട് ധൂപം അർപ്പിക്കുന്നതിനെക്കുറിച്ച് അത് തലമുറയായിട്ട് കൈകാര്യം ചെയ്യണം, അതൊരിക്കലും നിർത്താൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. തലമുറയായിട്ട് അത് 1-2 കാര്യം മാത്രമേ പറയുള്ളൂ. ധൂപം അർപ്പിക്കുന്ന കാര്യത്തിൽ അവർ തലമുറയായിട്ട് അവർ ആ കാര്യത്തിന് ഉത്സാഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം താമ്രത്തൊട്ടിയിൽ വെള്ളം നിറച്ച് ഈ ശുശ്രൂഷയ്ക്ക് വരുന്നവൻ അവൻ്റെ കാലുകളും കൈകളും കഴുകണം എന്നുള്ള കാര്യമുണ്ട്. അത് തലമുറയായിട്ട് അനുഷ്ഠിക്കണമെന്നുണ്ട്. അത് അനുഷ്ഠിക്കണ്ടേന്ന് ചോദിച്ചാൽ അത് വേണ്ട, ഞങ്ങൾക്ക് ഇതാ താല്പര്യം, ധൂപം അർപ്പിക്കണം. അപ്പോൾ താമ്രത്തൊട്ടി വേണ്ടേ? നിങ്ങളുടെ പള്ളിയിൽ താമ്രത്തൊട്ടിയുണ്ടോ? പുരോഹിതൻ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് കാല് കഴുകിയിട്ടും കൈ കഴുകിയിട്ടുമാണോ അകത്തേക്ക് വരുന്നത്? ശുശ്രൂഷ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാലും കൈയും കഴുകിയിട്ടാണോ പുറത്തേക്ക് ഇറങ്ങുന്നത്? തലമുറയായിട്ട് പാലിക്കണമെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉത്തരം പൊട്ടിപ്പോവുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് ഈ സംഘങ്ങളെല്ലാം സഞ്ചരിക്കുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ്. ജനത്തെ വഞ്ചിച്ചിട്ടിരിക്കുകയാണ് ഈ പൗരോഹിത്യ വൃന്ദം. ജനത്തെ വഞ്ചിച്ചിട്ടിരിക്കുക. ഈ ജനത്തിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് അവരോടൊക്കെ. ആ സ്നേഹം കൊണ്ടാണ് അവരതിനെയൊക്കെ മുറുകെ പിടിക്കുന്നത്. അതേസമയം ഒരു സത്യാന്വേഷണം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ നിശ്ചയമായും അവർ തന്നെ ഈ ബൈബിൾ വായിച്ചാൽ മതി, തന്നെത്താൻ ഇരുന്ന് വായിച്ചാൽ മതി, അവരുടെ കണ്ണ് തുറന്ന് കിട്ടും. അതിനുള്ള സഹായകരമായ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ വാക്യം എന്താ പറയുന്നത്? അവർ ഒരുമനപ്പെട്ട് യെരുശലേം ദേവാലയത്തിൽ കൂടിയത് സുവിശേഷം അറിയിക്കാനാണ്. യെരുശലേമിലും അതിൻ്റെ തെരുവുകളിലൊക്കെ അവർ സുവിശേഷം അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
ഇങ്ങനെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും അവരുടെ പ്രധാനപ്പെട്ട പ്രമാണികൾ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. പിറ്റേന്നാൾ അവരുടെ പ്രമാണിമാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാസും യോഹന്നാനും അലക്സാന്ദ്രും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. സകലരും ഉണ്ടായിരുന്നു. സൻഗന്ധിരി സംഘം മുഴുവൻ ഉണ്ടായിരുന്നു വേണേൽ പറയാം. അവരെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ അവരെ നടുവിൽ നിർത്തി, അതായത് അപ്പോസ്തലന്മാരെയും കൂട്ടുവിശ്വാസികളെയും നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ ഈ ഒച്ച കേൾക്കുന്ന എന്ത് കാര്യത്തിലാണ്? നിങ്ങൾ ഈ ആർപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്? നിങ്ങൾ ഈ തെരുവ് മുഴുവൻ നടന്ന് ഈ മതപരിവർത്തനത്തിന് നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. യഹൂദ മതത്തിൽ നിന്ന് ജനത്തെ കൺവേർട്ട് ചെയ്യാൻ ആടുമോഷണക്കാരൻ പത്രോസേ, നീ ഏത് ശക്തിയിലാണ് ഇത് ചെയ്യുന്നത്? ആടുമോഷണക്കാരൻ, ഞങ്ങളുടെ യഹൂദ കുഞ്ഞുങ്ങളെയെല്ലാം അടിച്ചു മാറ്റാൻ വന്നവനെ, നീ ഏത് ശക്തിയിലാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അന്നേരം പത്രോസ് പറഞ്ഞ മറുപടിയാണ്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ ബഹുമാനത്തിലാണ് കേട്ടോ. നമ്മൾ ബഹുമാനത്തിലല്ലേ എല്ലാം പറയുന്നത്, തികഞ്ഞ ബഹുമാനത്തിലാണ്. ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, അതായത് 3-ാം അധ്യായത്തിലെ മുടന്തൻ സൗഖ്യമായി നിന്ന് തുള്ളിച്ചാടുക. അത് കണ്ടപ്പോഴാണ് ഇവർ പറയുന്നത്, ഇത് ഏത് ശക്തിയിൽ, ഇത് ഏത് നാമത്തിൽ, ഇത് എന്നാ പരിപാടിയാണെന്ന് ചോദിക്കുന്നത്. അന്നേരമുള്ള മറുപടിയാണ്, വിസ്തരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ഒക്കെ അറിയിക്കാൻ വേണ്ടി ദൈവം തൻ്റെ ദാസന്മാരെ യെരുശലേം ദേവാലയത്തിൻ്റെ പരിസരത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. കൊണ്ടുവന്ന് അവരിലൂടെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. അവർ അവിടെ സുവിശേഷം പറയുകയാണ്. ഒടുക്കം പ്രമാണിമാരോട് പോലും കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. നമ്മളത് ഓടിച്ചു വായിച്ചു വിടുമ്പോൾ ഒന്നും തോന്നില്ല കേട്ടോ, ഒന്നും തോന്നില്ല. പക്ഷേ ഈ സംസാരിക്കുന്ന ആരോടാണെന്നറിയാവോ? പാത്രിയാർക്കീസിനോടും കാതോലിക്കയോടും എന്നൊക്കെ ഇന്ന് നമ്മൾ പറയുന്ന പോലെയാണ്. അന്ന് യഹൂദന്മാരുടെ പ്രമാണിമാരോടും മൂപ്പന്മാരോടും കേമന്മാരോടുമാണ് സംസാരിക്കുന്നത്. എന്താ സംസാരിക്കുന്നത്? നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനും, അല്ലേ, നിങ്ങൾ ക്രൂശിച്ചവനും, നിങ്ങൾ ക്രൂശിച്ചെങ്കിലും പിതാവായ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതൊക്കെ താങ്ങാൻ കഴിയുന്ന വാക്കുകളല്ല, കത്തിക്ക് കുത്തുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. അവർ ക്രൂശിച്ചെന്നും ക്രൂശിച്ചവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നെന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിച്ചു തരാൻ പറ്റുമോ? യഹൂദന്മാർ ഒരിക്കലും അംഗീകരിച്ചു തരുന്ന കാര്യമല്ല അത്. അത്ര കഠിനമേറിയ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ക്രൂശിച്ചവനും പിതാവായ ദൈവം ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഈ മുടന്തൻ സൗഖ്യമുള്ളവനായിരിക്കുന്നു. സൗഖ്യദായക ശക്തി വ്യാപരിക്കുകയാണ്. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ഒരുമനപ്പെട്ട ദൈവാലയത്തിൽ കൂടിയത് എന്തിനാന്ന് മനസ്സിലായോ? ഈ പറഞ്ഞ പുള്ളികളോടൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്. അവർ തക്കം പാർത്തിരിക്കുകയായിരുന്നു. സുവിശേഷം അറിയിക്കണം, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തണം, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി നടക്കണം, ദൈവരാജ്യം വിസ്തൃതമാകണം, യഹൂദന്മാരിൽ അനേകരും വിശ്വാസത്തിന് അധീനരാകണം. അതിനാണ് ഒരുമനപ്പെട്ട്, അതായത് പല ഉപദേശങ്ങളോ പല ചിന്തകളോ ഇല്ലെന്ന്, അതാണ് ഒരുമനപ്പെട്ടു എന്നുള്ളതിൻ്റെ അർത്ഥം. അവർ ഐക്യതയോടെ ഒരേ ചിന്തയുള്ളൂ, ജനം വിടുവിക്കപ്പെടണം. യെരുശലേം ദേവാലയം കാലിയാകണം. യെരുശലേം ദേവാലയത്തിൽ യാഗെന്നും കൂടാരപ്പെരുന്നാളെന്നും പെസഹായെന്നും പറഞ്ഞ് ഒരു കുഞ്ഞു പോലും ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല. കൃപയുടെ പ്രമാണം വെളിപ്പെട്ടിരിക്കുന്നു. കൃപയുടെ പ്രമാണം, ആ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യാരാധനയിലേക്ക് ജനം വരണം. തങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരായി തങ്ങളെ ഉയർത്തിയിരിക്കുകയാണെന്നൊക്കെയുള്ള തിരിച്ചറിവിലേക്ക് ഓരോ യഹൂദന്മാരും വരണം. അതിനുവേണ്ടിയാണ് അവർ ഐക്യതയോടെ അവിടെ ഒരുമനപ്പെട്ട് കൂടിയത്. അവരുടെ ഈ ശുശ്രൂഷകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പരസ്യമായി സുവിശേഷം അറിയിക്കുന്നതൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർ ദിനംപ്രതി ഭവനങ്ങളിൽ ഒത്തുകൂടും. കുറേ കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അവർ ഒത്തുകൂടി എന്നുള്ളത്. ഈ സമയത്ത് അങ്ങനെയല്ല. ഈ തുടക്ക സമയത്ത് അവർ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്നുണ്ട്, ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അപ്പം നുറുക്കി കർത്തൃമേശ ആചരിച്ചെന്ന് കർത്താവിൻ്റെ മേശയിൽ പങ്കാളിത്തം വഹിച്ചു. എല്ലാവരും
എല്ലാവരും അതിൽ പങ്കാളിത്തം വഹിച്ചു. ഓസ്തി വിശ്വാസികൾക്കെല്ലാം. പിന്നെ മുന്തിരിച്ചാറ് അഥവാ വൈൻ അത് അച്ഛനും കന്യാസ്ത്രീകൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ. അതെങ്ങനെയാണ് അപ്പം നുറുക്കലായിട്ട് മാറുന്നത്? അതെങ്ങനെ എല്ലാവരും അതിൽ പങ്കാളിത്തം വഹിക്കുന്നതായിട്ട് മാറുന്നത്? കുർബാനയ്ക്ക് വേണ്ടി വളരെ അത്യുച്ചത്തിൽ സംസാരിക്കുന്നവരുണ്ട്, വാദിക്കുന്നവരൊത്തിരിയാണ്. പക്ഷെ ആ കുർബാനയുടെ ഭാഗം ആകുന്നില്ല ഇവരിൽ പലരും. അച്ഛൻ കുർബാന കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, കന്യാസ്ത്രീയും കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഓസ്തി മാത്രം കിട്ടി, പാനപാത്രത്തിൽ നിന്ന് തരാനായിട്ട് ഞങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ട്, അത് മുതലാവില്ലെന്നാണ് പറയുന്നത്. മുതലാവില്ലെന്ന്. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് നേരത്തെ ഇത് ചിന്തിച്ചിട്ട് വേണ്ടേ പറയാൻ? എല്ലാവർക്കും കൊടുക്കാനില്ലെങ്കിൽ പിന്നെ അന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് കഴിച്ചോ. പാനപാത്രം എല്ലാവർക്കും കൊടുക്കാനുണ്ടാകില്ല, അതുകൊണ്ട് അത് എല്ലാവരും കുടിക്കേണ്ട എന്ന് വേണേ. അല്ലെങ്കിൽ പറയായിരുന്നു ശിഷ്യന്മാർ മാത്രം കുടിക്കുക, വേറെ ആർക്കും അത് കൊടുക്കരുത് എന്നൊക്കെ വേണേൽ എഴുതി വെക്കാമായിരുന്നു. മണ്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, മണ്ടത്തരങ്ങളായി കാട്ടിക്കൂട്ടുന്നതെന്നാണ് പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല. അപ്പോൾ പത്രോസിൻ്റെ പ്രസംഗം കണ്ടോ? പത്രോസ് പറയുന്ന ആ പ്രസംഗം അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ, മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് യെരുശലേമിൻ്റെ തെരുവിൽ നിന്നുകൊണ്ടല്ലേ, ദൈവാലയത്തിന് മുമ്പിൽ നിന്നല്ലേ പറയുന്നത്. രക്ഷ പ്രാപിക്കാൻ യേശുക്രിസ്തുവിൻ്റെ നാമമുള്ളൂ എന്ന്. അത് അന്നാസും കയ്യഫാവും യോഹന്നാനും പിന്നെ ആരാ അങ്ങനെയുള്ള അലക്സാന്തരും ഒക്കെ നിൽക്കുമ്പോഴാണ് പറയുന്നത്. മഹാപുരോഹിത വംശത്തിലുള്ള ആളുകളെല്ലാം നിൽക്കുമ്പോൾ അവരോടാണ് പറയുന്നത്, നിങ്ങളും രക്ഷപ്പെടണമെങ്കിൽ. അതേ കാര്യം ഇന്നും നമുക്ക് പറയാനുള്ളൂ. കാതോലിക്കോടും പാത്രിയാർക്കീസിനോടും പോപ്പിനോടും ഒക്കെ നമുക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. അനുദപിച്ച് മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസ സ്നാനത്തിൽ മുൻപോട്ട് വന്ന് ആത്മസ്നാനം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ കാഹളം കേൾക്കാം. അവരുടെ കീഴിൽ നിൽക്കുന്ന എല്ലാ കുഞ്ഞാടുകൾക്കും ഇത് ബാധകമാണ്. ഇത് സകല മനുഷ്യർക്കും ഉള്ളത്. നമ്മളും അത് അനുഭവിക്കുന്നവരല്ലേ, അല്ലെങ്കിൽ നമ്മളത് അനുസരിച്ചവരല്ലേ. ദൈവത്തിന് ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടോ? എല്ലാവരോടും ഒരേ സ്റ്റാൻഡേർഡാണ്. എല്ലാവരോടും രക്ഷിക്കപ്പെടണം. അതായത് പാപമോചനം പ്രാപിച്ച് വിശ്വാസ സ്നാനത്തിൽ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്ത് ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞ് മുൻപോട്ടൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലാണ് ആത്മാവിൽ സത്യത്തിലുള്ള ആരാധന. കാഹളം ധ്വനിക്കുന്നത് വരെ അങ്ങനെ ആരാധിച്ച് അപ്പം നുറുക്കി മുന്നോട്ട് പോകണം. അതാണ് അതിൻ്റെ ക്രമം. സൗരങ്ങളെ 4-ാം അധ്യായത്തിൽ ഒരു കാര്യം കൂടെ കാണുന്നുണ്ട്, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ 4-ാം അധ്യായത്തിലൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ തുറന്നു വിടുന്ന കാര്യങ്ങൾ കാണാം. അതിൻ്റെ 23-ാം വാക്യത്തിൽ, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലം ഉണ്ടാക്കിയ നാഥനേ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത് എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പൂർത്തീകരിച്ച് താഴേക്ക് വരുമ്പോൾ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുള്ളവരായിരുന്നു. ഓക്കേ, അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങിയെന്ന്. അത് യെരുശലേം ദേവാലയം ആയിരിക്കുമോ ഇരുന്ന സ്ഥലം? ഇവരെല്ലാം കൂടെ പോയിരുന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്നാണല്ലോ. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തെന്നാണ് മുന്നമേ കർത്താവ് പറഞ്ഞത്. അത് സഭ ആരംഭിക്കുന്നതിന് മുമ്പാണ്, ക്രൂശീകരണത്തിന് മുമ്പാണ്. അന്ന് അങ്ങനെ പറയാനുള്ള കാരണം എന്നാ? ഈ ലോകത്തിലെ സകല ജാതികളുടെയും മുമ്പിൽ വിളക്കായി വെച്ചിരിക്കുകയാണ് യഹൂദനെ ദൈവം. വിളക്കായിട്ട് വെച്ചിരിക്കുകയാണ്. സത്യദൈവത്തിലേക്കുള്ള ഒരു വഴിയാണ് യഹൂദൻ എന്ന് പറയുന്നത്. യഹൂദൻ്റെ ജീവിതം കണ്ടിട്ട്, അവരുടെ പ്രമാണങ്ങൾ കണ്ടിട്ട് ജനം സത്യദൈവത്തെ അന്വേഷിക്കണം, ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കണം. അതിനുവേണ്ടിയാണ് അവരെ നിർത്തിയിരിക്കുന്നത്. യെരുശലേമിലെ ദൈവാലയം ദൈവസാന്നിധ്യമുള്ള ഇടമാണ്. ആ ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പുറത്തുള്ള പ്രാകാരമുണ്ട്. അവിടെയാണ് ജാതികളുടെ പ്രാകാരം എന്ന് പറയുന്നത്. അവിടെ ജാതികൾക്ക് കടന്നു വന്ന് നിൽക്കാം. അവിടെ നിന്നുകൊണ്ടാണ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവം എന്നുള്ള അർത്ഥത്തിൽ, സൃഷ്ടാവ് എന്നുള്ള അർത്ഥത്തിൽ, അങ്ങനെ മാത്രം. കൂടുതലൊന്നും അവർക്കറിയില്ല. പിതാവായ ദൈവമെന്നോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്നൊന്നും അവർക്കറിയില്ല. മനുഷ്യരുടെ ഉള്ളിൽ എപ്പോഴും സൃഷ്ടാവിനെ അന്വേഷിക്കാനുള്ളൊരു ത്വരയുണ്ട്, പ്രാർത്ഥിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഇവിടുത്തെ ശുശ്രൂഷകൾ
അവർക്കും അനുഗ്രഹമായി തീരുകയാണ്. യെരൂശലേം ദേവാലയത്തിലെ ശുശ്രൂഷകൾ നല്ല മനസ്സോടെ കടന്നു വരുന്ന ജാതികൾക്ക് ആ കാലത്ത് അതൊരു അനുഗ്രഹമായി തീരുകയാണ്. അപ്പം മാതൃകയായിരിക്കേണ്ട യഹൂദൻ ഇവിടെ അമാതൃകയായി പെരുമാറുന്നു. ഇത് ആത്മാർത്ഥമായി ചെയ്യേണ്ട ശുശ്രൂഷകളെല്ലാം വെറും വാണിഭമായിരിക്കുകയാണ്, കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുകയാണ്. സകല ജാതികൾക്കും കടന്നു വരുവാനുള്ള പ്രാർത്ഥനാലയമാണ് ആ സമയത്ത് അതായത് ക്രൂശീകരണം വരെ. ക്രൂശീകരണം കഴിഞ്ഞാലോ ജാതികൾ ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറുകയാണ്. അയ്യോ, നിങ്ങളോട് എങ്ങനെ ഞങ്ങൾ വചനം പറയും? കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അടുത്ത പടികൾ നമ്മൾ കാണുന്നത് എന്താ? സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് പറയുന്നത് അത് ക്രൂശീകരണം വരെയാണ്. യെരൂശലേം ദേവാലയത്തിൻ്റെ പ്രസക്തി, അത് കഴിഞ്ഞ് അതിന് പ്രസക്തിയില്ല. അത് കഴിഞ്ഞ് സുവിശേഷ നിമിത്തം ജാതികൾ വീണ്ടും ജനിച്ച് ദൈവകുടുംബത്തിൽ അംഗമാകുകയാണ്. സകല ജാതികളും പിന്നീട് അറിയുന്ന സദ്വർത്തമാനം എന്താ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. ആ സുവിശേഷം കൈക്കൊള്ളുമ്പോൾ ജാതികൾ വീണ്ടും ജനിച്ച് ദൈവകുടുംബത്തിലെ അംഗമാകുകയാണ്. അടുത്തപടി അവർ ദൈവത്തിൻ്റെ മന്ദിരമാകുകയാണ്. അവർ തന്നെ ദൈവത്തിൻ്റെ ആലയമാകുകയാണ്. ആ ആലയത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം വാസം ചെയ്യുകയാണ്. ഇനി പ്രാർത്ഥനാലയം ആരാ? ഇപ്പം നമ്മളെല്ലാം ജാതികളല്ലേ? നമ്മളെല്ലാം ദൈവത്തിൻ്റെ ആലയമായി മാറി. നമ്മുടെ ഉള്ളിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം വാസം ചെയ്യുന്നു. യേശു പറഞ്ഞു, ഞാനും പിതാവും നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുമെന്ന്. അവ ത്രിയേകനാം ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാ നാം എന്ന് കൊരിന്ത് ലേഖനത്തിൽ പറയുന്നു. അതെങ്ങനെ ബാലൻസ് ചെയ്യും? അപ്പോൾ സകല ജാതികളുടെയും ആലയമാണ് യെരൂശലേം ദേവാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊരിന്ത് ലേഖനത്തിൽ ജാതികളോടാണ് പറയുന്നത്, നിങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയമെന്ന്. ജാതികളോടല്ലേ പറയുന്നത്, നിങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയം. ഇനി യെരൂശലേം ദേവാലയത്തിന് പ്രസക്തിയില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമായി മാറുന്നു. സഹോദരങ്ങളെ, ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ഈ അപ്പോസ്തലന്മാർ പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയെങ്കിൽ അവിടെയുള്ള മഹാപുരോഹിതന്മാരും ചേവകന്മാരും പ്രമാണിമാരും കൂടി ഇവരെ പിടിച്ചു കെട്ടി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കേണ്ട കാര്യമുണ്ടോ? ലോകത്തിലെവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്നവനെ പിടിച്ച് ജയിലിലിടുന്നുണ്ടോ? ക്രൂശീകരണത്തിന് ശേഷം വഴിയൊക്കെ തുറന്നു. മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമാണോ ജയിലിലിട്ടത്? അതെന്നാ ക്രമമാണ്? മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം അപ്പോസ്തലന്മാരെ എല്ലാം പിടിച്ച് ജയിലിലിട്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളെ ദൈവം തുറന്നു കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം സാക്ഷി വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത്. നമ്മളെ ശ്രവിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾ, നമ്മൾ അവരോടുള്ള സ്നേഹനിമിത്തമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, വിദ്വേഷ നിമിത്തമല്ല. ഇത് വലിയ സത്യങ്ങളല്ലേ? വളരെ ഘനപ്പെട്ട സത്യങ്ങളാണ്. ഈ സത്യങ്ങളെ മറന്നിട്ട് തങ്ങളുടെ ആയുസ് പാഴാക്കുന്നത് കാണുമ്പോഴുള്ള സങ്കടം കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ആ സഹോദരങ്ങൾക്കെല്ലാം മടങ്ങി വരുവാൻ ഈ സന്ദേശം ഉതകട്ടെ. ഈ ഹോശന്ന ഞായർ, ഹോശന്ന എന്ന് ആർപ്പിട്ട ജനം, പിന്നത്തേതിൽ ആ ജനം തന്നെയാണ് ക്രിസ്തുവിനെ ക്രൂശിക്കാനും ആർപ്പിട്ടത്. ഈ ഹോശന്നയിൽ ക്രിസ്തുവിന് വേണ്ടി ആർപ്പിട്ട ജനം തന്നെയാണ് അടുത്ത ദിവസം അവനെ ക്രൂശിക്കുക എന്ന് ആർപ്പിട്ടത്. ഇതേ ഇസ്രായേൽ ജനം തന്നെയാണ്, ഇതേ യഹൂദന്മാർ തന്നെയാണ് ആ കാര്യങ്ങളെ ചെയ്തത്. ആ ജനത്തെ ഓർത്തിട്ടാണ് മുന്നമേ കർത്താവ് ആത്മാവിൽ കാണുകയല്ലേ, കണ്ടിട്ടല്ലേ അത്തിയെ നോക്കിയപ്പോൾ ഫലമൊന്നുമില്ല, ഇത് വെറുതെ ഒച്ച വയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെ കണ്ടിട്ടാണ് യെരൂശലേമേ എന്ന് പറഞ്ഞ് കരയുന്നത്. അതുപോലെ വരാൻ പോകുന്ന ഭയാനകമായ ന്യായവിധി മുന്നിൽ കണ്ടിട്ടാണ് നമ്മുടെ പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായ സഹോദരങ്ങൾ, ഈ മലങ്കരയുടെ മണ്ണിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ, ഭൂതലത്തിൽ പലയിടത്തും പാർക്കുന്നവർ, അവർ ദൈവവചന സത്യങ്ങളിലേക്ക് മടങ്ങി വരട്ടെ, ആത്മീയ സത്യങ്ങളിലേക്ക് മടങ്ങി വരട്ടെ, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കട്ടെ, ദൈവിക കാര്യപരിപാടികൾ എന്തെന്ന് തിരിച്ചറിയട്ടെ, യഹൂദ സമ്പ്രദായങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ ക്രമം ആരംഭിച്ചു. കൃപയുടെ പ്രമാണം വെളിപ്പെട്ടു. അവിടെ പ്രവൃത്തിയാലാണ് രക്ഷയെങ്കിൽ ഇവിടെ വിശ്വാസത്താലാണ് രക്ഷ. ഇവിടുത്തെ സകല കാര്യങ്ങളും വിശ്വാസത്താലാണ്. ഇനി പ്രവൃത്തിയാൽ ഒരു കാര്യമില്ല. അപ്പം നുറുക്കാൻ ഒരുമിച്ച് കൂടുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മെ രക്ഷിച്ച ആ രക്ഷയെ ഓർക്കുമ്പോൾ ആ നന്ദി കൊണ്ട്, സന്തോഷം കൊണ്ട്
ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുകയാണ്. കർത്താവ് കൽപ്പിച്ചു, ബലിയിടാനല്ല കൽപ്പിച്ചത്. നിങ്ങൾ ഈ അപ്പം നുറുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരം നുറുക്കപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ഒരു പുതുവഴി തുറന്നത് ഓർത്തുകൊള്ളണം. എൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നതാണ് ഈ അപ്പം എടുത്ത് നുറുക്കുമ്പോൾ ഓർക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കൃപാസനത്തെങ്കിലേക്ക് അടുത്തു വന്ന് നിന്നാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അതിനുള്ള വഴി തുറന്നത് കാൽവറിയിലെ ബലിമരണം നിമിത്തമാണ്. ആ മരണം സ്മരിക്കുക. നിങ്ങൾ ഈ പാനപാത്രം കുടിക്കുമ്പോൾ ഓർക്കേണ്ടത് എന്താ? നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, നിങ്ങളെ നീതീകരിക്കുവാൻ എൻ്റെ രക്തം, പുതിയ നിയമത്തിൽ ഈ രക്തം ചിന്തിയിരിക്കുകയാണ്. ആ ചിന്തിയ രക്തത്താൽ നിങ്ങൾക്ക് ശുദ്ധീകരണവും നീതീകരണവും വന്നിരിക്കുന്നു. അങ്ങനെ ഇന്ന് നിങ്ങൾ കെട്ടുപാടുകളിൽ നിന്ന് വിമോചിതരായി, ബന്ധനങ്ങൾ അഴിഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന മഹത്തരമായ അനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ സ്മരണയാണ്, ഓർമ്മയാചരണമാണ്, ഒരു മെമ്മോറിയലാണിത്. ഈ കർത്തൃമേശ എന്ന് പറയുന്നത് എന്താ? ഒരു മെമ്മോറിയലാണ്, അല്ലാതെ ഇതൊരു ബലിയല്ല. ഇതൊരു മെമ്മോറിയൽ മാത്രമാണ്. കർത്താവ് ബലി അർപ്പിച്ചു കഴിഞ്ഞു, ഒരിക്കലായി അർപ്പിച്ചു കഴിഞ്ഞു. ഇനി യെരുശലേം ദേവാലയത്തിൽ ബലി അർപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല. പ്രവചനവാക്യങ്ങൾ ഓർത്തുകൊള്ളുക. പ്രവചനവാക്യങ്ങൾ. ഈ കാണുന്ന ഈ ആലയം ഒരിക്കൽ ദൈവത്തിൻ്റെ ആലയമായിരുന്നു. എന്നാൽ ഇതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകും. അത് പറഞ്ഞിട്ട് ഏകദേശം 40 വർഷം കഴിഞ്ഞ് യെരുശലേമിലെ ആ നിർമ്മിതി തകർന്ന് തരിപ്പണമായി പോയി. അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോയി. കർത്താവിൻ്റെ വചനം അനുസരിക്കാത്ത, മശിഹായെ കൈക്കൊള്ളാത്ത, അവനെ പുച്ഛിച്ച യഹൂദന്മാർ ഭൂതലം മുഴുവൻ ചിതറിപ്പോകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. AD 70 അവർ ഭൂതലം മുഴുവൻ ചിതറിപ്പോവുകയാണ്. അപ്പോൾ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം കുർബാന അർപ്പിക്കാൻ പോയവനൊക്കെ ഇനി എവിടെ പോയി കുർബാന അർപ്പിക്കും? തീത്തോസ് കൈസർ വന്ന് എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. യെരുശലേമിനെ കുപ്പക്കുന്നാക്കി കളഞ്ഞു. സിയോനെ വയൽ പോലെ ഉഴുതു മറിച്ചു. ഇനി എവിടെ ഇട്ട് എന്ത് ചെയ്യും? സങ്കടം വരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണ് തുറക്കട്ടെ. ദൈവം അവരെ സഹായിക്കട്ടെ, സത്യത്തിലേക്ക് വരട്ടെ. അന്ത്യോക്യൻ പാരമ്പര്യവും മറ്റേ പാരമ്പര്യവും അങ്ങനെ പല പാരമ്പര്യങ്ങളും, വ്യർത്ഥമായ പാരമ്പര്യങ്ങളൊക്കെ പറഞ്ഞ് ജീവിതം ഹോമിച്ച് കളയാതെ അവർ സത്യത്തിൻ്റെ പാതയിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക്